എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ നമുക്ക് ഈ രാമായണ മാസത്തില് രാമന്റെ പ്രാധാന്യം, രാമായണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ശ്രീവിദ്യ ഉപാസകൻ. എന്താണ് ശ്രീവിദ്യ എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ കുറെ 10-15 ദിവസമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നന്മ തരുന്ന, നമുക്ക് എന്താണ് നമ്മുടെ ആത്മതത്വത്തെ അറിയുന്ന ഒരു തലമാണ് ശ്രീവിദ്യ. അതിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ എല്ലാവരും ഓരോ മന്ത്രം സ്വീകരിച്ചുകൊണ്ട്. അപ്പോ ഈ പറഞ്ഞ രാമതത്വം എന്താണ്, രാമതത്വം എന്താണ്, സീതാതത്വം എന്താണ്, വിഷ്ണു തത്വം എന്താണ്, ദേവീ തത്വം എന്താണ്? തത്വം എന്ന് പറഞ്ഞാൽ തത് ത്വം അസീന്നേ അർത്ഥമുള്ളൂ. തത് ആ ഇരിക്കുന്നത് നീയാണെന്നുള്ള നിനക്ക് തിരിച്ചറിയണം. അതിന് ഏത് മീഡിയം വന്നാലും, രാമൻ വന്നാലും കൃഷ്ണൻ വന്നാലും ആര് വന്നാലും മൂലപ്രകൃതിയായിരിക്കുന്ന ഒരു മഹാശക്തിയെ തിരിച്ചറിയാനുള്ള പല പല വഴികളെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ നമുക്ക് രാമായണത്തിന് നമ്മൾ ഹിന്ദുക്കൾ എന്നുള്ള നിലയിൽ, നമ്മൾ ഒരു ഉപാസകർ എന്നുള്ള നിലയിൽ നമ്മളിപ്പോ പൈസ കൊടുത്ത് വണ്ടിയിലൊന്നും പോണ്ട, രാമായണത്തെ കേൾക്കാന് വായിക്കാനും ഒന്നും പോണ്ട. പക്ഷെ വീട്ടിൽ ഇരുന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് രാമായണത്തെ കുറിച്ച്, രാമായണത്തെ ഉൾക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ ഓരോ പടവുകൾ, നമ്മുടെ ആ ഒരു മൂലാധാരം മുതൽ രാമതത്വമാകുന്ന പരബ്രഹ്മ തത്വത്തില് ചെല്ലാൻ നമ്മൾ ഓരോരുത്തരും ജീവതത്വമാകുന്ന സീതയാകുന്ന മനസ്സ് അവിടെ കൊണ്ട് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഏതിലും നാമരൂപങ്ങളെ ഉൾക്കൊള്ളാതെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഉള്ളിലെ തത്വങ്ങളിലോട്ട് പോകണം. നമ്മൾ കഥയും ഒന്ന് അറിഞ്ഞിരിക്കണം. മലയാളികളല്ലേ നമ്മളെല്ലാവരും, കേരളത്തിൽ ജനിച്ചവര്, ഭാരതത്തിൽ ജനിച്ചവര്, പല തരത്തിൽ എത്ര 14 രാമായണങ്ങളുണ്ട്. വാൽമീകി രാമായണം, മൂലമുണ്ട്, കിളിപ്പാട്ടുണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാട് രാമായണങ്ങളുണ്ട്. പക്ഷെ രാമായണം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്നു മുതല് ഈ പറഞ്ഞ ഒരു രാമതത്വം നമ്മുടെ ദേവിയുമായിട്ട് ഒന്നും യോജിപ്പിക്കേണ്ട കാര്യമില്ല. ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എല്ലാം. അപ്പൊ അത് സാധനയില് ഒരു സാധകനെ എങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളിപ്പോ ഈ കുറച്ച് ദിവസം ഇനി ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മള് രാമായണം പഠിച്ചുകൊണ്ട്, കർക്കിടക മാസത്തിൽ ആർക്കും ഒരു ദുഃഖം വേണ്ട, എനിക്ക് രാമായണം വായിക്കാൻ പറ്റിയില്ല. രാമായണത്തിൽ 24,000 ശ്ലോകങ്ങൾ വായിക്കുന്നതിനേക്കാളും 1000 ജന്മത്തെ ഉയർച്ചയാണ് രാമായണ തത്വത്തെ കുറിച്ച് അറിയുന്നത്. രാമായണം വായിച്ചിട്ട് ഇന്നും രാമായണം എന്താണെന്ന് അറിയാതെ ഇരുട്ടിൽ നടന്നിട്ട് ആ രം ശബ്ദം അറിയാതെ പോയി കഴിഞ്ഞാല് എത്രയോ ജന്മം എടുത്താലേ നമുക്ക് രാമനെ അറിയാൻ പറ്റുള്ളൂ. അതുവരെ നമ്മുടെ മനസ്സാകുന്ന സീത രാമനിൽ നിന്ന് വേർപെട്ട് കാനനത്തിൽ തന്നെ ആയിരിക്കും. നമുക്ക് ഈ ജന്മത്തില് നമ്മുടെ മനസ്സാകുന്ന സീതയെ രാമതത്വത്തിലാകുന്ന ബുദ്ധിയിൽ കൊണ്ട് എത്തിക്കണം. അതിന് എന്ത് വേണം? രാമായണം വായിച്ചാൽ പോലെ രാമന്റെ ഉള്ളിലെ തത്വങ്ങളിൽ നമ്മൾ അറിയണം. നമ്മുടെ സാധകനെ സംബന്ധിച്ച് എന്തൊക്കെ മാറ്റം നമ്മളിൽ വരണം എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പൊ ഞാനിന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇന്നിപ്പോ 1-2 രാമായണം നിങ്ങൾക്ക് അറിയാം, ഏറ്റവും ബൃഹത്തായിട്ടുള്ള ആദികാവ്യമാണ്. പെട്ടെന്നൊന്നും നമുക്ക് തീർക്കാൻ പറ്റില്ല. പറയില്ലേ നിങ്ങൾ രാമായണ കഥ പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന്. അതിന്റെ അർത്ഥം തന്നെ ഒരുപാട് നീണ്ടതെന്നർത്ഥം. പക്ഷെ അതിനെ ഒന്ന് ചുരുക്കി നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കഥാപാത്രങ്ങളെയും അതിന്റെ പൊരുൾ എന്താണ്, അത് എന്ത് മാറ്റം നമ്മളിൽ വരുത്തണം. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രാമായണ മാസം അല്ല ഏത് മാസമായാലും ഈ രാമൻ എന്ന് പറയുന്ന തത്വം ഈ പറഞ്ഞ 12 മാസങ്ങളിലും ഈ 24 മണിക്കൂറും നമ്മുടെ കൂടെയുള്ള പരമാത്മ ചൈതന്യമാണെന്ന് നമുക്ക് മനസ്സിലാവണം. എന്നാലേ ഏത് ഉപാസനയും, ശ്രീവിദ്യ ഉപാസന അല്ല, ഏത് ഉപാസിച്ചാലും നമുക്ക് അതിന്റെ ഉയരത്തിലോട്ട് പോകാൻ പറ്റൂ. ഉപാസകന്റെ ആ ഒരു തലം ഉയർത്തുന്നതിന് നമ്മുടെ ഒരു യാത്ര, മൂലാധാരത്തിൽ നിന്നുള്ള യാത്ര, അവസാനം എന്താ പറയാ, ആ ഒരു സീതാരാമ സംയോഗം, അതായത് ജാനകി രാമചന്ദ്ര അവരുടെ തിരിച്ചുള്ള ആ ഒന്നിച്ചു ചേർന്നിട്ടുള്ള പട്ടാഭിഷേകം, അതില് ഹനുമാന്റെ റോൾ എന്താണ്, നമ്മുടെ പ്രാണന്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള തലത്തിൽ ഞാൻ പോകും. ഈ ദിവസങ്ങളിൽ എനിക്കറിയില്ല എത്ര ദിവസം എടുക്കുന്നു. എന്തായാലും ഇതൊരു നല്ല സംരംഭമാണ്. എല്ലാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇത് ചെയ്യണം എന്ന് അവരും പറയുന്നത്. നമുക്ക് രാമായണം, നമ്മളെല്ലാ ഹിന്ദുക്കളായതുകൊണ്ട് ആ ഒരു ഗ്രന്ഥത്തിന് നമിച്ചുകൊണ്ട് ആ രം എന്നുള്ള വാക്കിന്റെ, രാമ എന്നുള്ള വാക്കിന്റെ ആ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോവാം. പക്ഷെ രാമായണം എന്ന് പറയുന്ന ഉത്കൃഷ്ട ഗ്രന്ഥം എല്ലാ ആശ്രമത്തിൽപ്പെട്ടവർക്കും സാധകർക്കും തന്റെ ജീവിത മൂല്യത്തെ മനസ്സിലാക്കി ആ സ്വതത്വത്തെ അറിഞ്ഞ് മോക്ഷാവസ്ഥയിൽ എത്തുവാനുള്ള ഏക മാർഗം, ഒരേ ഒരു മാർഗം സാധനാതലമാണെന്ന് നമുക്കറിയാം. അതിന് പുരാണങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ പറഞ്ഞ രാമായണം, ഭാഗവതം, ഏതാണെങ്കിലും മഹാഭാരതം, ഇപ്പൊ നമ്മുടെ ദേവി ഭാഗവതം എല്ലാം തന്നെ, ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമുക്കൊരു മാർഗമാണ്, ഒരു വഴിയാണ് നമ്മളെ അറിയാനായിട്ട്. അപ്പൊ നമ്മൾ കേട്ടു ഗായത്രി സാധന, നമ്മൾ ശ്രീവിദ്യ ഉപാസനയിൽ കേൾക്കാറുണ്ട് ഗായത്രി എന്ന്. അപ്പൊ ഗായത്രി എന്ന് ഇന്നലെയും ഇന്നും ഒരു 2 കർക്കിടക മാസത്തിലെ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഗായത്രി സാധനയില് സൂര്യനാണ് പ്രാധാന്യം. അപ്പൊ സൂര്യന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞായറാഴ്ച ദിവസം, അതായത് ഇന്ന് അമാവാസിയാണ്, ഇന്നലെ ഞായറാഴ്ച,
അപ്പൊ ബുദ്ധിയുടെ പ്രചോദനം, ധിയോ യോ ന പ്രചോദയാത്, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്നുള്ള ഒരു നമ്മുടെ പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം. ബുദ്ധിയെ പ്രചോദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് അറിയാൻ പറ്റുള്ളൂ? മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല. ബുദ്ധിയെ പ്രചോദിതമായ ബുദ്ധിയെ ഉൾക്കൊണ്ട് മാത്രമേ ഏത് മനുഷ്യനും തന്റെ ഉള്ളിലുള്ള ആത്മതത്വത്തെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഗായത്രിയുടെ 4ാമത്തെ തുരീയ പാദമാണ് ശ്രീവിദ്യ എന്നൊക്കെ നമ്മൾ കണ്ടു. അത് ഗോപ്യമാണ്. തുരീയം എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണാൻ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇന്നലത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ തിരുവാതിര നക്ഷത്രം അമാവാസിയുടെ തൊട്ട് തലേ ദിവസമായിരുന്നു ഇന്നലെ. തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാല്, തിരുവാതിര നമ്മൾ കേട്ടിട്ടുണ്ട്, ശിവസ്വരൂപമാണ്, ശിവന്റെ നക്ഷത്രമാണ്. അതായത് അഗ്നി സ്തംഭമായിട്ട് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ഇടയില് നമുക്കറിയാം തിരുവണ്ണാമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പഞ്ചഭൂതങ്ങളില് ശിവൻ അഗ്നി തത്വമാണ്. പഞ്ചഭൂതങ്ങള് നമ്മുടെ ഭാരതത്തില് കുറെ ക്ഷേത്രങ്ങളുണ്ട് പഞ്ചഭൂതങ്ങളുടെ, പക്ഷെ അഗ്നിക്ഷേത്രം എന്ന് പറയുന്നത് തിരുവണ്ണാമല. അപ്പോ ഈ തിരുവാതിര നക്ഷത്രം, അതായത് ആതിര നക്ഷത്രത്തിലാണ് ഈ പറഞ്ഞ ഈ ഒരു അഗ്നിസ്തംഭമായിട്ട്, അതായത് വ്യാസപൂർണിമയടന്ന് അവതരിക്കുന്നത്. വ്യാസപൂർണിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മാസം 5-ാം തീയതി വ്യാസപൂർണിമ, ഈ പറഞ്ഞ അമാവാസിയുടെ തലേ ദിവസം, അതായത് ഇന്നലെ ആണ് ഈ പറഞ്ഞ ഈ ഒരു പ്രത്യേക രീതിയിൽ ഈ ശിവതത്വം അഗ്നി സ്വരൂപമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് ആതിര, ഇന്നലത്തെ പ്രാധാന്യം. ഇത് കഴിഞ്ഞ ഗുരുപൂർണിമ ജൂലൈ 5-ന് ഗുരുപൂർണിമ കഴിഞ്ഞിട്ട് ഇന്ന് ശരിക്കും അതുപോലെ ഒരു പൂർണ്ണത്വമാണ്. ഇന്ന് അമാവാസിയാണ്. അതായത് അതിന്റെ ഘട്ടം നമുക്കറിയാം. ഒരു മാസത്തിൽ 2 അയനങ്ങളുണ്ട്, 2 ഒന്ന് അമാവാസി, ഒന്ന് പൗർണമി. അപ്പൊ അതായത് അമാവാസി രണ്ടും പൂർണ്ണമാണ്, അമാവാസിയും പൗർണമിയും പൂർണ്ണമാണ്. പക്ഷെ നമ്മൾ പൗർണമിക്ക് ദേവി ഉപാസനയായിട്ട് നമ്മൾ ഉയരത്തിലോട്ട് നമ്മുടെ ആ ഒരു ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്ത് നമ്മളെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാനായിട്ട് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷെ കറുത്ത വാവിനാണെങ്കിൽ നമ്മൾ ശിവൻ സംഹാരമൂർത്തിയാണ്, പിതൃക്കളുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അതായത് ദക്ഷിണായനം. ഇപ്പൊ ദക്ഷിണായനം എന്ന് പറഞ്ഞ ചാതുർമാസ്യം കർക്കടകം 1-ാം തീയതി തുടങ്ങി. അതായത് കർമ്മകാണ്ഡത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ആ ജ്ഞാനകാന്ഡം എന്ന് പറയുന്ന നമ്മൾ ദേവന്മാരിരുന്ന സമയത്തായിരുന്നു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? അപ്പൊ നമുക്ക് വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങള്, കാമ്യകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങളുണ്ട്. ഈ വന്ന ജനനം തന്നെ കാമ്യത്തിന്റെ പല കാമനകളെ പൂർത്തീകരിക്കാനാണ് ജന്മം എടുത്തിരിക്കുന്നത്. ആ ജന്മത്തിലെ പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ദക്ഷിണായന കാലം ചാതുർമാസ്യം എന്ന് പറയുന്ന കർക്കടകം ഒന്നാണെങ്കിൽ സൂര്യൻ നമുക്കറിയാം ദക്ഷിണ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ആ സമയം നമുക്ക് എന്താണ്? കർമ്മകാണ്ഡമാണ്. നമ്മൾ പല കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? ആ ഒരു പുണ്യ ദിവസമാണ് ഇന്ന്. അതായത് ഈ 1-ാം തീയതി തുടങ്ങി ഇന്ന് 5-ാമത്തെ കറുത്ത വാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പിതൃബലി കൊടുത്തിട്ട്, അതായത് പിതൃബലി എന്ന് പറയുമ്പോൾ പിതൃയാനം എന്ന് പറയും. നമ്മൾ വന്ന വഴി നമുക്ക് ഈ ജന്മത്തിന് കാരണമായിട്ടുള്ള അച്ഛനപ്പൂപ്പന്മാർക്ക് നമ്മൾ ജലതർപ്പണം, നമ്മൾ എന്തുകൊണ്ടാണ് ജലത്തിൽ കൊടുക്കണം എന്ന് വെച്ചാൽ പിതൃക്കളെല്ലാം തന്നെ ജലവാസം, ജലരൂപികളാണെന്നാണ് പറയുന്നത്. ഒരു ഈതറിക് സ്റ്റേറ്റ്, അവരുടെ ചുറ്റും ഒരു ജലം, ഒരു ഡ്രൈ അല്ല. ഡ്രൈ ആണെങ്കിൽ ജീവന് പിന്നെയും വേറൊരു ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ജലരൂപം എല്ലാം ജലത്തിൽ കൊടുക്കുന്നത്. ഈറനോട് ജലത്തിലൂടെ അവർക്ക് അർഘ്യവും കൊടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ജലസ്വരൂപമാണ്. അപ്പൊ ഇന്ന് അമാവാസിയാണ്. പൂർണ്ണമായിട്ട് പൗർണമി പോലെ തന്നെ വളരെ പൂർണ്ണമായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. നമ്മൾ രാമായണം തുടങ്ങുകയാണ്. അതായത് രാമൻ, ചേച്ചി പറഞ്ഞ രാമനിലേക്കുള്ള അയനം, ഇല്ലെങ്കിൽ നമ്മള് രാമന്റെ അയനം എന്ത് വേണമെങ്കിലും, നമ്മളെ സംബന്ധിച്ച് രാമന്റെ അയനമല്ല നോക്കേണ്ടത്, രാമനിലേക്കുള്ള അയനമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ഉള്ളിലിരിക്കുന്ന രാമ തത്വത്തിലേക്കുള്ള അയനം. ഈ ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് സാർവലൗകികം എന്നൊക്കെയാ പറയണത്. ഇതിനകത്ത് ജാതി മത വർണ്ണ മതിൽക്കെട്ടുകൾ ഇല്ലാതെ ഒരു ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്ന ഒരു ഋഷീശ്വരന്മാരുടെ ഒരു ദിവ്യ ഭൂമിയായിരുന്നു നമ്മുടെ ഭാരത ഭൂമി. അവിടെ വന്നാൽ മാത്രമേ പുണ്യത്തിലൂടെ ഊർധ്വഗതിയെ പ്രാപിക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം എന്താ? തപസ്വികളുടെ വാസസ്ഥലമായിരുന്നു. തപസ്വികൾ എന്ന് പറഞ്ഞാൽ തപസ്, ഏകാഗ്രമായിട്ട് തൻ്റെ ഉള്ളിലുള്ള തൻ്റെ ബാഹ്യ പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സിനെ വിട്ടിട്ട് ഏകാഗ്രമായിട്ടിരുന്ന് തപസ്സിലൂടെ, തപസ് എന്ന് പറഞ്ഞാൽ ഏകാഗ്രം, ഏകമായ അഗ്രത്തെ തൻ്റെ ബുദ്ധിയെ നിർത്തിക്കൊണ്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ശരീരമാകുന്ന ഉപാധിയെ ഉപയോഗിച്ച് തൻ്റെ ആത്മതത്വത്തെ മനസ്സിലാക്കുന്ന ഋഷീശ്വരന്മാർ, അവർക്ക് മാത്രമേ ഈ പറഞ്ഞ ആത്മതത്വം ബോധമണ്ഡലത്തിൽ തെളിഞ്ഞു വരൂ.
അങ്ങനെയാണ് അവർക്ക് തപസ്സിലൂടെ നേടിയതാണ് ഈ പറഞ്ഞ രാമായണം, ഈ പറഞ്ഞ ഓരോ കാവ്യങ്ങൾ എഴുതാൻ എല്ലാം തന്നെ അവരുടെ ബോധമണ്ഡലത്തെ ഉത്തേജിപ്പിച്ചു. കാരണം കോൺസെൻട്രേഷൻ കൊണ്ട് പ്രത്യേക തരത്തിൽ അവര് ചില മന്ത്രങ്ങളാകട്ടെ, ഇപ്പൊ വെറും ഈ വാൽമീകി എന്താ രാമമന്ത്രം മരാമരാന്ന് ജപിച്ച് രാമമന്ത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ ബുദ്ധിയെ ഉത്തേജിപ്പിച്ചു. അതുപോലെ ഏത് മന്ത്രസാധനയും കോൺസെൻട്രേഷനിൽ കൂടെ മാത്രമേ നമുക്ക് ആ തത്വത്തിൽ എത്താൻ പറ്റൂ. ആ തത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധനത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ട് പടി. നമ്മൾ പറയും ഒരു ലഡുവിനകത്ത് മധുരമുണ്ട്, മാവുണ്ട്. അതുപോലെ നമ്മുടെ ശരീരം എന്തിനെയൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തത്വം. അത് നീ ത്വമായിട്ട് മാറാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നിന്നിൽ ചേർത്തിരിക്കുന്നത്? നീ ശരീരം എടുത്തിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? അതിനകത്ത് പ്രവർത്തിക്കുന്ന എന്താണ്? നിന്റെ ഈ പറഞ്ഞ ജനന മരണങ്ങൾക്ക് കാരണമാകുന്ന എന്താണ്? ഇതെല്ലാം തന്നെ നമ്മൾ എന്താ പറയണ? തത്വങ്ങൾ. 36 തത്വങ്ങളിലൂടെ ഈ പറഞ്ഞ ഒരു രൂപമില്ലാത്ത നിഷ്കള ചൈതന്യം ഒരു ശരീരം എടുത്തു, ഇല്ലേ? അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ ഈ കർമ്മകാണ്ഡത്തില് കർമ്മം ചെയ്ത് ഉപാസനയിലൂടെ തപസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. അപ്പൊ നമുക്ക് കലിയുഗത്തിലെ കലിദോഷ പരിഹാരത്തിന് പുരാണങ്ങളില് ഉപനിഷത്ത് കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മന്ത്രം. കലിസന്ധരണ ഉപനിഷത്ത് എന്നാ അതിന്റെ പേര്. നമ്മൾ 108 ഉപനിഷത്തിൽ ഒരെണ്ണമാണ്. അതിനകത്ത് ഒരു നാമം പറയുന്നുണ്ട്. എന്താണ്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജന്മ കർമ്മ മുക്തമാക്കാനും മോക്ഷഹേതുവുമായിട്ടുള്ള ഒരു മഹാമന്ത്രമാണിത്. അപ്പൊ നമ്മൾ ഇത് എന്താണ്? നമ്മൾ ദേവി ഉപാസകർക്ക് ഈ മന്ത്രവുമായിട്ട് എന്ത് ബന്ധം എന്ന് ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് രാമായണ തത്വത്തിലോട്ട് പോകാം. അപ്പൊ ഈ മന്ത്രത്തിന്റെ രഹസ്യം എന്താണ്? നമ്മൾ പൊതുവെ സാധാരണക്കാരെല്ലാവരും എപ്പോഴും ജപിക്കും ഹരേ രാമ ഇസ്കോൺ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് പ്രത്യേകിച്ച് ഈ മന്ത്രത്തിന് ആദ്യം ഹരേ കൃഷ്ണ കൊടുക്കും, പിന്നെ ഹരേ രാമ കൊടുക്കുള്ളൂ. അവർക്ക് കൃഷ്ണനാണ് പ്രാധാന്യം. ഏത് ഇഷ്ടദേവതയാണോ നമുക്ക് അതിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോ ഈ മന്ത്രം എന്താണെന്ന് നമ്മൾ അറിയണം, അല്ലെ? രാമന്റെയും കൃഷ്ണന്റെയും മാത്രമാണോ? ഈ രാമനും കൃഷ്ണനും എന്താണ്? ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കലിയുഗത്തിൽ മനുഷ്യര് ജപിക്കാൻ പറയണത്? കലിയെ ഇല്ലാതാക്കാൻ, കലി ദോഷങ്ങള്. കലിയുടെ ദോഷം എന്താ? കലി നമ്മളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ കൊണ്ട് നമുക്ക് അന്ധരായിട്ട് തീർന്ന് മനുഷ്യരിലിരിക്കുന്ന മനുഷ്യത്വത്തെ നഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയും മറ്റുള്ളവരുടെ തന്റെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും സ്വന്തമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ മാത്രം രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, അല്ലെ? കലിയുഗം അതാണ് പറയണത്. ഒരു മനുഷ്യൻ ആ മനുഷ്യത്വത്തെ മറന്നു പോകുന്നു. അത് എന്താ പറയാ, അതാണ് കലിയുടെ പ്രാധാന്യം. അപ്പൊ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സാധാരണക്കാരന് പോലും കലിയെ മാറ്റാൻ പറ്റുന്ന എങ്ങനെയാണ് എന്ന് ചോദിച്ചാല് ബ്രഹ്മദേവനാണ് ഇത് നാരദന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ താന്ത്രിക രഹസ്യങ്ങൾ അടങ്ങുന്ന ഒരു എന്താ പറയാ ഒരു അക്ഷരങ്ങളാണ് ഇത്. 16 അക്ഷരങ്ങൾ, 16 32 അക്ഷരങ്ങൾ. ശ്രീവിദ്യ ഉപാസകര് അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട് ഇതിനകത്ത്. ആദ്യത്തെ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിനകത്ത് നോക്കൂ, 16 അക്ഷരങ്ങളാണുള്ളത്. ഹരേ രാമ എണ്ണി നോക്കുമ്പോൾ 16 അക്ഷരങ്ങൾ. ഇതിൽ നമുക്ക് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, 16 അക്ഷരങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഒരു താന്ത്രിക രഹസ്യം നാരദൻ ബ്രഹ്മജ്ഞാനിയാണ്. ഒരു താന്ത്രിക രഹസ്യം നാരദന് ഉപദേശിച്ചു കൊടുത്തു എന്ന് നമുക്ക് ത്രിപുര ഉപനിഷത്ത് പറയുന്നു. നമ്മുടെ ത്രിപുര സുന്ദരിയുടെ ഉപനിഷത്ത്. അതിനകത്ത് അതായത് ഒരു ഷോഡശി മഹാമന്ത്രം ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. നമുക്കറിയാം ഷോഡശി സാധാരണ പഞ്ചദശാക്ഷരി മന്ത്രത്തില് ഒരു അക്ഷരം കൂടെ ചേർക്കുമ്പോൾ അത് ഷോഡശിയായിട്ട് തീരും. ലളിതാംബികയാകുന്ന മഹാത്രിപുര സുന്ദരിയുടെ മഹാമന്ത്രമാണ് ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ പാസ്വേഡ്. അതായത് ഈ ഷോഡശി മന്ത്രം എന്ന് നമുക്കറിയാം 16 കലകള്, 15 കലകൾ. നമ്മൾ ഷോഡശ കലകളെല്ലാം നമ്മൾ കണ്ടു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി അവസാനത്തെ അന്ത്യേഷ്ടി കർമ്മം, നമ്മുടെ ഒരു ശ്മശാനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ചേർത്ത് 16 കർമ്മം. അതായത് സൃഷ്ടിച്ച ശരീരത്തെ ഇവിടെ ദഹിപ്പിച്ചിട്ട് ആത്മാവിനെ അടുത്ത തലത്തിലോട്ട് വിലയം പ്രാപിക്കുന്ന മന്ത്രം, അതാണ് ഷോഡശി മന്ത്രം. അപ്പൊ എന്താണ്? ഒരു ജനന മരണ രഹസ്യങ്ങളെല്ലാം ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ്. അതായത് ഒരു വ്യക്തി ഭൂമിയിൽ ജനിക്കുന്നത് 16 കലകൾ സമ്മേളിക്കുമ്പോഴാണെന്ന് നമുക്കറിയാം. 16 കലകൾ തിരിച്ചെന്താ പൂർവ്വസ്ഥിതിയിലേക്ക് തിരോധാനം ചെയ്യുന്നതിന് നമ്മൾ മരണം എന്ന് പറയുന്നു. ജനനം എന്ന് പറഞ്ഞാൽ 16 കലകൾ കൂടിച്ചേരുന്നത്, മരണം എന്ന് പറഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലേക്കുള്ള തിരോധാനം. അപ്പൊ ഈ സമയത്താണ് നമ്മൾ ശരിക്കും മരണം കഴിഞ്ഞ് 16 ദിവസം പുല ആചരിക്കുന്നത്. ഇത് പ്രമാണം എന്താ? ഇപ്പൊ നമ്മൾ 12, 13 ഒക്കെ ആചരിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രം പറയുന്ന
ശാസ്ത്രം ഉദ്ഘോഷിക്കുന്ന മരണാനന്തര കർമ്മസമയം 16 ദിവസമാണ്. അതായത് ഈ തിരിച്ച് 16 കലകളിലൂടെ ഒരു ജീവൻ ഭൂമിയിൽ വന്ന അതേ 16 കലകളെ തിരിച്ച് നമ്മൾ പ്രപഞ്ചത്തിൽ ഏൽപ്പിക്കണം. അതായത് ഈ ദേഹിക്ക് വേറൊരു ദേഹം എടുക്കണമെങ്കിൽ ഇതെല്ലാം ആവശ്യമുണ്ട്. നമ്മൾ ഈ പിണ്ടം വയ്ക്കുന്ന എല്ലാം ഒരുപാട് ആന്തരിക അർത്ഥമുണ്ട്. ആദ്യത്തെ 5 ദിവസത്തേക്ക് ഓരോ പിണ്ടങ്ങൾ അവർക്ക് കൊടുക്കും. മനോമയ കോശം, അങ്ങനെ ബുദ്ധിമയ കോശം, ഇതിനൊക്കെയാണ് അവർക്ക് ഈ പറഞ്ഞ അവര് ചെയ്യിപ്പിക്കുന്ന ആളുകൾക്ക് പോലും അത് നേരെ അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് 16ാമത്തെ ദിവസം ഈ ആത്മാവിനെ വിടുകയാണ് മേളിലോട്ട്. അതായത് ഇവിടെ ജനിക്കാനുണ്ടായ കലകളെ ഇവിടെ ലയിപ്പിച്ചതിന് ശേഷം അവരെ അടുത്ത ലോകത്തോട്ട് യാത്ര അയക്കുന്നു. അതായത് അപ്പൊ ഇത് ഈ മനുഷ്യ ശരീരം എന്താണ്? മനസ്സുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ഷോഡശി മന്ത്രം ലഭിച്ചാല്, അതായത് ഈ തലത്തില് ഈ ഒരു ശരീരത്തെ അതിക്രമിച്ച് നിൽക്കുന്ന ആ ശക്തിയുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സുമായിട്ട് ബന്ധപ്പെടണം. ആ തലം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? 16 തിഥികളിലൂടെ. നമുക്കറിയാം തിഥി നക്ഷത്രങ്ങൾ എങ്ങനെയാണ്? പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർത്ഥി, പിന്നെ പഞ്ചദശി. 15ാമത്തെ 16ാമത്തത് ഒന്നി ആമാവാസി വരും, ഇല്ലെങ്കിൽ പൗർണമി വരും. ഇതെന്താണ്? പൂർണ്ണചന്ദ്രൻ വൃത്തിക്ഷയങ്ങൾക്ക് വിധേയമാകുമ്പോൾ അത് വലുതാകുന്നതും അതിന്റെ എന്താ പറയുക വെയിനിങ് മൂൺ ആൻഡ് വാക്സിങ് മൂൺ, ഒന്ന് പൂർണ്ണത്വത്തിൽ എത്തുന്നതും ഒന്ന് ക്ഷയിച്ച് ഇല്ലാതാകുന്നതും. ഇപ്പൊ ക്ഷയിച്ചില്ലാതെ ഇന്ന് ആമാവാസിയാണ്, ചന്ദ്രൻ ഇല്ലാത്ത ദിവസം. അതായത് പൂർണ്ണമായിട്ട് ചന്ദ്രനും സൂര്യനും ഒരേ ഇതിൽ വന്ന് ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുക. അതാണ് അത്രയും ശക്തി എന്ന് പറയുന്നത്. ഈ പൗർണമിക്കും ആമാവാസിക്കും ഒരേ ശക്തി. ഒന്ന് ശിവന്റെ ശക്തിയാണെങ്കിൽ ഒന്ന് ശക്തിയുടെ ശക്തി. ഇപ്പൊ നമ്മൾ ശ്രീവിദ്യ ഉപാസനയെ നോക്കണമെങ്കിൽ പൗർണമിക്ക് ദേവി ഹൈ ആയിട്ട് നിൽക്കുക, മുഴുവനും എല്ലാ ന്യൂറോൺസിനെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ദേവീ ശക്തി. അതേസമയം അമാവാസിയാണെങ്കിൽ ഇന്ന് ശിവനാണ് നിൽക്കുന്നത്. ശിവൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ശിവന്റെ ശക്തി നമുക്ക് കിട്ടില്ല. അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, ദേവിയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ 16ാമത്തെ ഷോഡശി കല ഇതിനകത്ത് പൗർണമിക്കകത്തും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് പൂർണ്ണമായിട്ട് അർദ്ധനാരീശ്വരൻ പോലും അല്ല, പൂർണ്ണ കലയായിട്ട് നിൽക്കുന്ന ദിവസം. അതായത് ദേവി മഹാത്രിപുര സുന്ദരിയുടെ, അതായത് ഈ മന്ത്രരഹസ്യം എന്തെന്ന് വെച്ചാല് ഈ 16 കലകളാണ് ഈ പ്രപഞ്ചത്തിന് കാരണം. അതായത് ഈ കലകളെന്ന് പറയുന്നത് ദേവിയുടെ പരിവാരങ്ങളാകുന്ന തിഥി നിത്യകളാണ്. അതായത് പ്രഥമ മുതൽ ഷോഡശി വരെയുള്ള ഓരോ ദിവസവും ദേവിയുടെ കലാസ്വരൂപങ്ങളാകുന്ന ഓരോ തിഥി നിത്യ ദേവതകളാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാലചക്രം. നമ്മൾ എന്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ജനിച്ചു കഴിഞ്ഞ് ഓരോ ദിവസം എന്ന് പറയുന്ന ഓരോ മിനിറ്റ്, ഓരോ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, 60 കഴിയുമ്പോൾ 1 മണിക്കൂറായി, അത് കഴിഞ്ഞ് 24 മണിക്കൂർ ഒരു ദിവസമായി, 7 ദിവസം ഒരാഴ്ചയായി, ആ പറഞ്ഞ 30 ദിവസം ഒരു മാസമായി, 12 മാസം ഒരു വർഷമായി. അങ്ങനെ പല വർഷങ്ങൾ കടന്ന് നമ്മൾ കാലത്തിലൂടെ നമ്മൾ അറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാലം ശരിക്കും പറഞ്ഞാൽ അറിയുന്നില്ല. ദേഹത്തിൽ വരുന്ന മാറ്റം, ഈ സ്ഥൂല ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ കാലം കടന്നുപോയി. നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ മനസ്സ്, അതേ തത്വങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ഈ പറഞ്ഞ ആ തത്വം ഇരിക്കുന്ന ശരീരത്തിന് മാറ്റം വന്നു. അതിന് മാറ്റം വന്നേ പറ്റുള്ളൂ. അതാണ് നിയമം. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും, ഈ പറഞ്ഞ ചെടി കൊടികളാണെങ്കിലും എന്താ പറയാ അനിമൽസ് ആണെങ്കിലും മനുഷ്യരാണെങ്കിലും ഉണ്ടായത് നിലനിന്ന് ഇല്ലാതായേ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഈ ഇതിനെന്ന കാലചക്രം എന്ന് പറഞ്ഞാൽ ദ ടൈം ഫ്ലോയിങ് ഇൻഡെഫിനിറ്റ്ലി. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇന്ന് എനിക്ക് വേണ്ട, എനിക്ക് പാസ്റ്റിൽ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് റീവൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഫ്യൂച്ചർ നാളത്തത് ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് സറണ്ടർ ചെയ്ത്, കാലത്തിന് സറണ്ടർ ചെയ്ത് ആ ഡെസ്റ്റിനിയിലൂടെ പോകാനേ പറ്റുള്ളൂ. അതൊരു ചാനലൈസ്ഡ് അത് ആര് നടത്തണമെന്ന് ചോദിച്ചാൽ പ്രപഞ്ചം നടത്തണം. ഈ പറഞ്ഞ 15 ദേവിയുടെ 15 തിഥി നിത്യ ദേവതമാരാണ് ഇത് നടത്തുന്നത്. ഈ ചലനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഋതുക്കൾ മാറുന്നു, ഉണ്ടായത് ഇല്ലാതാവുന്നു. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 ഋതുക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇല്ലാതാകുന്നത് വീണ്ടും ജനിക്കുന്നു. തുടക്കവും ഒടുക്കവും ഈ പറഞ്ഞ കാലത്തിന്റെ തുടക്കവും ഒടുക്കവും മനുഷ്യന് നിർണയിക്കാന് സാധ്യമേ അല്ല. കാരണം ഈ കാലപ്രവാഹത്തില് നിസ്സാരമായിട്ടുള്ള ഒരു ചിത്രശലഭത്തിന്റെ ആയുസ്സേ നമുക്കുള്ളൂ. കാലത്തില് കോടാനുകോടി ജീവനുകള് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എവല്യൂഷൻ സംഭവിക്കുന്നു. ഈച്ച പൂച്ചയാകുന്നു, പൂച്ച പുലിയാകുന്നു, പുലി മനുഷ്യനാകുന്നു, മനുഷ്യൻ വീണ്ടും അവന്റെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് മൃഗങ്ങളാകുന്നു, വീണ്ടും മനുഷ്യനാകുന്നു. അത് കഴിഞ്ഞ് മനുഷ്യ ശരീരം ഉപേക്ഷിച്ചിട്ട് അവൻ ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു. അവന്
ജനന മരണ ചക്രങ്ങളിലേക്ക് വരേണ്ടതായിട്ട് വരുന്നില്ല. അവൻ ഋഷിലോകത്തേക്ക് ഇല്ലെങ്കിൽ സത്യലോകത്തേക്ക്, ഇങ്ങനെ ലോകം എന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ ആലോചിച്ചോളണം, ആലോകേതേ ഇതി ലോകഃ, അനുഭവ മണ്ഡലം. നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു ബോധശക്തി കൊണ്ട് അനുഭവിക്കാൻ പറ്റും. ശരീരം ഇല്ല എന്ന് പറഞ്ഞ അനുഭവം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ശരീരമില്ലെങ്കിലും അനുഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഊർധ്വലോകത്തിൽ പോകുമ്പോൾ നമുക്ക് ഏത് രൂപം സ്വീകരിച്ചും രാമനെയും കൃഷ്ണനെയും ഒക്കെ പോലെ തന്നെ ആ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് ഭൂമിയിൽ വരികയും ഇവിടുത്തെ ഒരു കലാമിറ്റി, ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അവരെ ഉയർത്തി മുകളിലോട്ട് കൊണ്ടുപോകാനും, എന്താണോ ഈ പറഞ്ഞ പ്രപഞ്ചങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ഒരു മഹാശക്തിയുടെ നിർദ്ദേശം, അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ മഹാത്രിപുര സുന്ദരിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 15 നിത്യകളാണ്, ഷോഡശ നിത്യകളാണ് ഈ പറഞ്ഞ കാലചക്രത്തിന്. അതായത് ദേവിയുടെ ഫോർട്ടിലോട്ട് കയറുമ്പോൾ ആദ്യത്തെ ഫോർട്ടിൽ തന്നെ നമുക്ക് കാണാം മഹാകാലനും മഹാകാളിയും അവരിയ്ക്കുന്ന കാലചക്രത്തിന്റെ പുറകിലാണ്. കാലചക്രം എന്ന് പറഞ്ഞാൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തേരാണ്. ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? 24 സ്പോക്സ്, 24 വരകളോടുകൂടി 24 മണിക്കൂറിനെ കാണിക്കുന്നത്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? അതിങ്ങനെ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് നിർത്താൻ നമുക്ക് പറ്റില്ല. അതിന് നിർത്താൻ പറ്റുന്ന പ്രളയം എന്ന് പറഞ്ഞ ഒരു സമയത്ത് മാത്രമേ അത് നിന്നു പോവുള്ളൂ. അപ്പൊ അത് തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മളെന്താ? ജനിച്ചും മരിച്ചും വെറും കുമിളകളെ പോലെ വന്നു പോകുന്ന സാധാ ഒരു എന്താ പറയാ, ഒരു ചിത്രശലഭം ആവണോന്ന് നമ്മൾ തീരുമാനിക്കണം. പക്ഷെ ചിത്രശലഭം പോലും ഒരു പ്യൂപ്പയ്ക്കകത്തിരുന്ന് പ്രപഞ്ചത്തിന്റെ സമ്മർദ്ദത്തെ ഏറ്റ് അതിനകത്തിരുന്ന് തപസ് ചെയ്ത് ഒരു വൃത്തികെട്ട ജീവിയായിരുന്ന ആ പ്യൂപ്പ അതിനകത്ത് സ്വർണ്ണ കൂട്ടിനകത്താണ് ഇരുന്നത്. അത് തപസ് ചെയ്ത് അത് ചിത്രശലഭത്തിനെ സ്വപ്നം കണ്ട് നാളെ അത് പൊട്ടി ചിത്രശലഭമായിട്ട് നല്ല വർണ്ണപ്പകിട്ടോടുകൂടി സ്വതന്ത്രമായിട്ട് വിശാലമായിട്ടുള്ള ആകാശത്ത് അത് പറന്നുയർന്ന് കുറച്ചു നേരമേ ജീവിച്ചുള്ളെങ്കിലും എന്താ ഒരു ധന്യമായിട്ടുള്ള ജീവിതം. പൂവിലെ തേൻ എന്ന് പറയുമ്പോൾ പൂവ് നശിച്ചു പോയാലും ഈ തേൻ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന എന്തിനാ? തേൻ ആ ഒരു അതിന്റെ എസെൻസ് ആണ് കാണിക്കുന്നത് അല്ലെ? ദേവി സുധാ സിന്ധോർ മധ്യേ, അമൃതക്കടലിന്റെ നടുക്കിരിക്കുന്നതാണ് അമ്മ. അതുപോലെ തേൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന തലത്തെ കാണിക്കുന്നു. അപ്പൊ ആ തേൻ കുടിച്ച് കുറച്ചു സമയം ജീവിച്ചുള്ളെങ്കിലും ആ ചിത്രശലഭം പറന്നു പോകുന്ന പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമായിട്ട് ഉപയോഗിച്ച് ഈ കുറച്ചു കാലം ഭൂമിയിൽ കിട്ടുന്ന ഭൂമിയുടെ സൗന്ദര്യത്തെ കണ്ട്, ഭൂമി നമുക്ക് തരുന്ന എന്താ പറയാ നേട്ടങ്ങളെ തന്ന് നമുക്ക് തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി, ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തെ മനസ്സിലാക്കി, അതിനകത്തിരിക്കുന്ന ആ നമ്മളെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ ഒരു എന്താ പറയാ സത്യത്തെ മനസ്സിലാക്കി, അത് ദേവിയായിട്ടോ രാമനായിട്ടോ ശിവനായിട്ടോ ആരായിട്ടോ ആയിക്കോട്ടെ, നമ്മുടെ വാസനകൾക്കനുസരിച്ചുള്ള ഇഷ്ടദേവതയെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് യാത്രയാവണം. എന്നാലേ ആ യാത്ര നമുക്ക് ശുഭം എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താ, വീണ്ടും ജനനമരണ ചക്രത്തിൽ വന്ന് കർമ്മ വിനകൾ അനുഭവിച്ച് ഇന്ന് നമുക്ക് തോന്നുന്ന ദുഃഖങ്ങളും, ഈ ദുഃഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകള്, സുഖം എന്ന് പറയുന്ന അവസ്ഥയും മാറി മാറി വരുമെന്നും രണ്ടും നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. സുഖം വരുമ്പോ ഒന്നും പറയില്ല, ദുഃഖം വരുമ്പോ നമ്മൾ ദുഃഖിക്കുന്നു. ഇത് എന്തുകൊണ്ട് വന്നു? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അതിന്റെ തിരിച്ചുള്ള ചോദ്യം, ആ വിരലുകളെല്ലാം തന്നിലോട്ട് നീക്കിയിട്ട് നിന്നെ അറിയാത്തത് കൊണ്ടാണ് നിനക്ക് ദുഃഖം വരുന്നത്. നിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖങ്ങൾ നിനക്കില്ല എന്നുള്ള ആ സത്യത്തെ തിരിച്ചറിയും. ആ സത്യത്തെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ്, ഒരു പന്ഥാവാണ് നമ്മുടെ സാധന. ആ സാധനയിലോട്ട് കയറിയ ഓരോരുത്തരും രാമായണമാവട്ടെ ഭാഗവതമാവട്ടെ ഹിന്ദുക്കളുടെ ഏത് പുണ്യ ചരിത്രങ്ങളുമാവട്ടെ അത് നമ്മൾ കഥയിൽ നിൽക്കാതെ, കഥയിൽ നിന്ന് ആ കഥാകാരൻ എന്താണോ ഉദ്ദേശിച്ചത്, അവരെല്ലാം ഋഷിമാരായിരുന്നു, അവര് തപസ്സിലൂടെ നേടിയ അവരുടെ മേധാശക്തി കൊണ്ടാണ് ഈ കഥകൾ രചിച്ചിരിക്കുന്നത്. ആ കഥ എല്ലാം തന്നെ തന്റെ ആത്മതത്വങ്ങളിലേക്കാണ് നീളുന്നതെന്ന് മനസ്സിലാക്കി ഓരോ പുരാണം പഠിക്കുമ്പോഴും നമ്മളിലിരിക്കുന്ന ആത്മശക്തിയെ ഒരു സാധകൻ എങ്ങനെ അതിനെ ഉജ്ജ്വലിപ്പിച്ച് ആ ഒരു മഹാജ്വാലയില് തന്റെ മനസ്സിനെ ഹോമിച്ച് ആ ഏകമായിട്ടിരിക്കുന്ന ശക്തി കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ നല്ലൊരു ഊർധ്വഗതിയെ പ്രാപിക്കാനും പ്രപഞ്ച ജീവിതം സന്തോഷപൂർണമാക്കി ജീവിക്കാനും എങ്ങനെ പറ്റും എന്നുള്ളതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ നമ്മളെല്ലാം സാധകരാണ്. അതുകൊണ്ട് രാമായണം പഠിക്കുന്നത് കൊണ്ടോ മഹാഭാരതം പഠിക്കുന്നത് ഒന്നും മോശമല്ല. ദേവിയുടെ നമ്മൾ കണ്ടു, ദേവിയുടെ 10 വിരലിൽ നിന്ന് എല്ലാ അവതാരങ്ങളും അത്രയും ഉയർന്ന അവതാരങ്ങളാണ്. അമ്മയെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മക്കൾക്ക് അമ്മയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അമ്മ ഇതാണ്, എന്റെ അമ്മയാണ്. അതുപോലെ രാമനും കൃഷ്ണനും എന്താ വരാഹമൂർത്തിയും എല്ലാം തന്നെ, മത്സ്യം കൂർമ്മ വരാഹസ്യ നരസിംഹസ്യ വാമന, ഇതെല്ലാരും അമ്മയുടെ വിരളിൽ നിന്ന് വന്നതാണെങ്കിൽ ആ അമ്മയെ അറിയാനുള്ള നമ്മുടെ യാത്രയിൽ എവരെയും കൂടെ അറിഞ്ഞു പോകുന്നത് വളരെ നല്ലതായിരിക്കും. സാധനയില് നമ്മൾ ഉയർന്ന തലത്തിലോട്ട് അത് കൊണ്ടുപോകും.
അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? രാമ രാമ ഹരേ ഹരി. നമ്മൾ രാമ എന്നുള്ള പദത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ രമാബീജം എന്ന് പറയാം. രമാബീജം എന്ന് പറഞ്ഞാൽ രം എന്നുള്ള ഒരു ബീജം. രമ എന്ന് പറഞ്ഞാൽ ശരിക്കും ലക്ഷ്മി എന്നാണ് അർത്ഥം. ലക്ഷ്മിയും വിഷ്ണുവും എപ്പോഴും ഒരുമിച്ചാണ്, അവർ സെപ്പറേറ്റ് അല്ല. വിഷ്ണു ചേതന ഇല്ലാതിരിക്കുന്നു, രമയാണ് വിഷ്ണുവിന് ജീവൻ കൊടുക്കുന്നത്. അതുകൊണ്ട് രമാബീജം എന്ന് പറയാം. പിന്നെ നമുക്ക് രണ്ടാമത് ആ രം എന്നുള്ള വാക്കിന് അഗ്നിബീജം, പ്രകാശം എന്നും പറയാം. ഇത് രണ്ട് ബീജങ്ങളും കൂടി ചേരുമ്പോൾ, അതായത് കൃഷ്ണ എന്ന പദത്തിനോ കൃഷ് എന്ന അഥവാ ആകർഷിക്കപ്പെടുക എന്ന ധാതുവിൽ നിന്നാണ് കറുപ്പ് നിറം. അപ്പൊ എപ്രകാരമാണ് ഈ ബീജം ഉള്ളിലോട്ട് വന്ന് കലി അഥവാ ഇരുട്ട്, നമ്മുടെ അജ്ഞത, നമ്മുടെ ആവരണം, നമ്മുടെ ആ ഒരു ആത്മതത്വത്തെ മറച്ചുകൊണ്ടിരിക്കുന്ന ആ കലിദോഷങ്ങളാകുന്ന നമ്മുടെ ആ അജ്ഞാനത്തെ, ആ അഹങ്കാരത്തേക്ക് എങ്ങനെയാണ് മാറ്റുന്നത്? ഈ രാമരാമ എന്നുള്ള നാമത്തില്, അതായത് രം എന്നുള്ള ബീജം ആ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അവിടെ ആത്മജ്യോതിയെ പ്രകാശിപ്പിച്ചിട്ട്, എന്താ പറയാ, നമ്മുടെ ഈ ഇരുട്ട്, നമ്മള് കൃഷ്ണ എന്ന് പറഞ്ഞ അക്ര എന്നുള്ള ആ കറുപ്പ് നിറം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണതത്വവും രാമതത്വവും രണ്ടല്ല എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ കറുപ്പിനെ മാറ്റിയിട്ട് നമ്മുടെ ഉള്ളില് ആത്മജ്യോതിയെ പ്രകാശിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞത്, മന്ത്രങ്ങളുടെ രഹസ്യം എല്ലാം തന്നെ അജ്ഞാനത്തെ മാറ്റുകയാണ് നാരദ. അതുകൊണ്ട് കലിയുഗത്തില് ജ്ഞാനപ്രകാശം വരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് സാധാരണ ജനങ്ങൾക്കെല്ലാം ഉപാസനാ മാർഗത്തിൽ കയറാൻ പറ്റില്ല. അവർക്ക് ഈ ഹരേ രാമ മന്ത്രം കൊടുക്കൂ, ഹരേ രാമ എന്ന് ജപിക്കട്ടെ. ഇത് 16 അക്ഷരമുള്ള ദേവിയുടെ മഹാഷോഡശി മന്ത്രമാണ്. ഈ പ്രപഞ്ചത്തില് ഹരേ രാമ എന്ന് ജപിക്കുമ്പോൾ ഈ 15 തിഥി നിത്യ ദേവതകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഈ പ്രപഞ്ചത്തില് നമ്മുടെ ശരീരത്തിൽ അത് അറിയാതെ ജപിച്ചാൽ തന്നെയും തീർച്ചയായിട്ടും കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് രാമനുമായിട്ട് ആ ഒരു സംയോഗം വരുത്താൻ ഈ രാമന്റെ നിരന്തരമായ രം ബീജം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു കറുത്ത ആ ഒരു ആവരണം മാറും എന്ന് നാരദനോട് ബ്രഹ്മാവ് പറയാണ്. അതായത് ഇതാണ് ശ്രീവിദ്യ. കർക്കിടക മാസത്തിൽ രാമായണ തത്വം എന്തെന്ന് വെച്ചാൽ ശ്രീവിദ്യ ഉപാസനയിലൂടെ അറിയേണ്ടുന്ന ഒരു രഹസ്യം. അതായത് ശ്രീവിദ്യ ഉപാസകൻ സാധനാതലത്തിൽ എന്താ ഈ ഡയറക്റ്റ് നമ്മൾ ഉയർന്നു പോകുന്നു ദേവിയെ വിളിച്ചിട്ട്. ഒരു സാധാരണക്കാരന് ഇപ്പൊ ശ്രീവിദ്യ എന്ന് പറഞ്ഞ ഉപാസനയിൽ കയറാൻ പറ്റില്ല. അവർക്ക് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല, ഗുരുവിനെ കിട്ടണമെന്നില്ല, ഗുരു പരമ്പരയെ കിട്ടണമെന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരൻ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചാല് ആ രാമകഥ എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, രാമൻ ആരാണ്, രാമതത്വം എന്താണ് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ 16 അക്ഷരമുള്ള മന്ത്രം തീർച്ചയായിട്ടും അവനില് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യും. രാമതത്വം അവനില് ഉണരും. തന്റെ ജീവാത്മാവിനെ പരമാത്മാവായ രാമനിൽ കൊണ്ട് ചേർക്കാൻ ഒരു ജീവാത്മാവിന് പറ്റും, ഉറപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഈ മന്ത്രം കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ശ്രീവിദ്യ മന്ത്രത്തിൽ ഇരിക്കുന്ന ശ്രീവിദ്യ മന്ത്രവും ഈ പറഞ്ഞ ഹരേ രാമ മന്ത്രവും കൂടെയുള്ള ബന്ധം. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ പഞ്ചദശി മന്ത്രമുള്ളവര് ഈ ഹരേ രാമ മന്ത്രം ജപിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് ദേവിയുടെ ഈ കലകളെ തന്നെയാണ് നമ്മൾ എന്താ പറയുന്ന ഉപാസിക്കുന്നത്. ആ കലകളിലൂടെ ദേവിയുടെ 16ാമത്തെ കലയായിട്ടുള്ള മഹാഷോഡശി രൂപം, നിഷ്കള സ്വരൂപം, ആ കലകളൊന്നും ഇല്ലാത്ത പൂർണ്ണത്വം, അതായത് തുരീയ തത്വത്തിലോട്ട് നമുക്ക് പതുക്കെ എത്തിച്ചേരാൻ പറ്റും ഈ ശരീരത്തിലിരുന്നുകൊണ്ട്. അപ്പൊ ഇനി നമുക്ക് രാമായണത്തിലൂടെ തത്വങ്ങൾ മാത്രം, കഥയല്ല ഞാൻ പറയുന്നത്. തത്വം എന്ന് പറഞ്ഞാൽ കഥയിലൂടെ മാത്രമേ തത്വം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളിലൂടെ നമുക്ക് പോവാം. അപ്പൊ എന്താണ്, രാമായണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ദീർഘദണ്ഡ നമസ്കാരം, നിർലജ്ജോ ഗുരുസന്നിധിയും, ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരോഭ്യോ നിവേദയാത്. എല്ലാം അവിടെ സമർപ്പിക്കണം. നമ്മുടെ ഗുരു തത്വത്തിന്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം മനസ്സുകൊണ്ട് ചെയ്തിട്ട് നിർലജ്ജം, അവിടെ ആര് നിൽക്കണോ, മറ്റവര് നിൽക്കണോ, നമ്മുടെ ഗുരു ആ സാക്ഷാൽ പരമശിവനും പാർവതിയുമായിട്ടിരിക്കുന്ന അർദ്ധനാരീശ്വര സങ്കല്പമായിട്ടിരിക്കുന്ന നമ്മുടെ സഹസ്രാര പത്മത്തിലും ആജ്ഞാചക്രത്തിലും ഇരിക്കുന്ന ഗുരുതത്വത്തിന് എന്ത് ചെയ്യണം? നിർലജ്ജം. അവിടെ ലജ്ജ പാടില്ല. ലജ്ജ എന്ന് പറഞ്ഞാല് അവിടെ എന്താ പറയാ, നാണം എന്നല്ല അർത്ഥം. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരു ലജ്ജ. അതായത് ചിലർക്ക് ചില എന്താ പറയാ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ലജ്ജയില്ലാതെ അവർ ചെയ്യും. ഒരു നാണവും ഇല്ല നമ്മൾ പറയില്ലേ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു നാണവും ഇല്ല. എന്ത് ചെയ്തോ അവർക്ക് പണം ഉണ്ടാക്കാനോ അവർക്ക് ആ സൗകര്യങ്ങൾക്കോ ബാക്കിയുള്ളവരെ എന്താ പറയാ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് താഴ്ത്തി കെട്ടാനോ ഒന്നും ഒരു മടിയില്ല. അതിനാണ് നമ്മൾ ലജ്ജ വേണം. നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവരെ ലജ്ജിപ്പിക്കാൻ പാടില്ല. ഈ ലജ്ജ എന്ന് പറയുന്ന വികാരം എന്താ? അതേസമയം നമ്മൾ സത്യകർമ്മങ്ങൾ ചെയ്യാൻ ലജ്ജിക്കാനും പാടില്ല. എന്തിനാ ലജ്ജിക്കുന്നത്? ഒരു ഈശ്വര സന്നിധിയിൽ ചെന്ന് തൊഴാൻ നമ്മൾ ലജ്ജിക്കണോ?
അതോ ബാക്കിയുള്ളവരുടെ ഇതിലാണോ നമ്മൾ ഇരിക്കുന്നത്? നമുക്ക് നമ്മുടേതായിട്ട് ഒരു അധികാരമില്ലേ? നമ്മുടെ ഗുരുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ നമുക്ക് ലജ്ജ വേണോ? അവിടെ ലജ്ജ പാടില്ല. അതുകൊണ്ടാണ് പറയണത് ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധി. എന്നിട്ട് ഭഗവാൻ ആ ഗുരുവിന് എന്ത് കൊടുക്കണം? ശരീരം, അർത്ഥം, പ്രാണം ച സദ്ഗുരോഭ്യോ എന്താ നിവേദയാത്, എല്ലാം കൊടുക്കണം. നമ്മുടെ എല്ലാം ശരീരം കൊടുക്കണം, അർത്ഥം കൊടുക്കണം, സമ്പത്തിനെ കൊടുക്കണം, പ്രാണനെ കൊടുക്കണം. എന്നാലേ ഗുരുവിന് അതിനകത്തുള്ള കറുത്ത ഒരുപാട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാർമിക് ഡീഡ്സ്, കർമ്മവിനകളെ തീർത്ത് ഗുരുവിന് നമ്മളെ ശുദ്ധമാക്കാൻ പറ്റൂ. അല്ല ഇത് കുറച്ച് ഗുരു ശരിയാക്കുക, ബാക്കി ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞ് കുറച്ച് എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അത് അവിടെ ഇരിക്കുകയുള്ളൂ. നമുക്ക് ജന്മങ്ങളിലൂടെ കൊണ്ടുവന്ന് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റൂ? ഇല്ല. ആ മഹാതത്വത്തിനായിട്ടുള്ള ശിവശക്തിയേക്ക് ഒരു സ്വരൂപിണിയായിട്ടുള്ള അമ്മയ്ക്ക് നമ്മുടെ ഈ ഒരു കാര്യങ്ങളെ ക്ലെൻസിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിർലജ്ജം ഒന്നും വിചാരിക്കരുത്. എന്റെ അമ്മയുടെ മുമ്പിൽ ആരുടെ മുമ്പിലും സ്വന്തം ഇഷ്ടദേവനെയോ ഗുരുവിനെയോ നമസ്കരിക്കാൻ അവിടെ ലജ്ജയുടെ ആവശ്യമില്ല. ബാക്കിയുള്ളവർ എന്ത് കരുതും എന്നുള്ളതല്ല. അവിടെ നമ്മുടെ മനസ്സ് തുറന്നതായിരിക്കണം. സത്യകർമ്മങ്ങൾ ചെയ്യാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് അതിരുകളില്ല. അവിടെ അതിരുകൾ കെട്ടാൻ ബാക്കിയുള്ളവർക്ക് പറ്റുകയുമില്ല. നമുക്ക് ശരിയെന്നുള്ളത്, അതായത് ധർമ്മത്തില് അടിത്തറ ഉണ്ടായിരിക്കണം. അതിൽ എന്താ ചെയ്യേണ്ടത്? അതിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണു? ആ ഭഗവാൻ എന്റെ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ രാമായണത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ഓം ഗും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞിട്ടാണ് ഏത് ശ്രീവിദ്യ ഉപാസകനും രാമായണത്തിലോട്ട് പ്രവേശിക്കേണ്ടത്. കാരണം രാമതത്വം ദേവീ തത്വമാണ്. രാമനും കൃഷ്ണനും ദേവിയും ഒന്നും ശിവനും ഒന്നും വേറെയല്ല. ഒരേ ചൈതന്യത്തിന്റെ പല മുഖങ്ങൾ. ഏകമായ സത്യം ദേവിയാണെങ്കിൽ ആ ശക്തിയാണെങ്കിൽ ശക്തിയിൽ നിന്ന് പല രൂപങ്ങളെടുത്ത് ആ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പതിച്ചുപോയ ആ ഉയർന്ന തലത്തിൽ ആകാശ തത്വത്തിലിരുന്ന നമ്മുടെ ഓരോ ജീവനും ഇന്ന് ഭൂമിയിലാണ്. ആ ഭൂമി തത്വത്തിൽ നിന്ന് ഉയർത്തി അവർക്ക് ജലതത്വം, അഗ്നിതത്വം, ആകാശത്തിലൂടെ തിരിച്ച് നമ്മുടെ ആ സ്വധാമത്തില് എത്തിച്ചേരാനാണ് നമ്മുടെ ഗുരുക്കന്മാര്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാം അവിടെ സമർപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓം രാമായ നമഃ. രാം എന്ന് പറഞ്ഞ ആ ഒരു രകാരം അതിനെ നമ്മൾ മനസ്സിലാക്കി വരും രാം എന്താണെന്ന്. അതായത് രാമ പാഹിമാം, രാമ രക്ഷമാം. രാമ ഈ രാമമന്ത്രം എന്നെ ജയിക്കട്ടെ, പാഹിമാം രക്ഷമാം, എനിക്ക് രക്ഷയായിട്ട് തീരട്ടെ. ആര് രാമമന്ത്രം ജപിക്കുന്നു, എങ്ങനെയാണോ ഒരു കാട്ടാളനായ രത്നാകരൻ ആ മരാന്ന് ജപിച്ച് രാമയിലൂടെ ഒരു ഋഷിയായി തീർന്ന ആ മന്ത്രം എനിക്കും പ്രൊട്ടക്ഷനായിട്ട് എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് പ്രവേശിക്കാം. നമ്മൾ ഈ കണ്ടുപോലെ ആദ്യത്തെ ശ്ലോകം പറയാതെ നമുക്ക് രാമായണത്തിൽ കയറാൻ പറ്റില്ല. അതായത് ആദി കവിയുടെ ശ്ലോകമാണ്. മാ നിഷാദ പ്രതിഷ്ഠാം മകമശാശ്വതി സമാഹ എന്താ യത് ക്രൗഞ്ചമിതിനാദേഹ അവധി കാമമോഹിതം. അതാണ് നമ്മൾ ആദ്യത്തെ ആ ശ്ലോകം, രാമായണത്തിന് പ്രേരകമായിട്ടുള്ള ശ്ലോകം. അതായത് രാമായണം എഴുതാനായിട്ട്, അതായത് ആ ദുഃഖത്തിൽ നിന്ന് കാമമോഹിതമായിട്ട് ഒരു വേടൻ ചെയ്ത പ്രവൃത്തിയെ കണ്ട് വിശ്വത്തെ സ്നേഹിച്ച വാൽമീകി മഹർഷിയുടെ ദുഃഖത്തിൽ നിന്നുണ്ടായ ആദ്യം മാ നിഷാദ, കാട്ടാളാ നീ അത് ചെയ്യരുത്, അരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് അവിടെ. കാമമോഹിതമാകുന്ന ഒരു രാക്ഷസനെ, അതായത് നിഗ്രഹിക്കാൻ രാമൻ എന്ന് പറഞ്ഞ ധർമ്മ വിഗ്രഹം അവതരിക്കാനുള്ള രാമായണം എഴുതണമെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താ കാണുന്നത്? കാമമോഹിതമായിട്ടുള്ള ഒരു കാട്ടാളനെ, അതായത് ക്രൗഞ്ച പക്ഷികൾ സന്തോഷമായിട്ടിരിക്കുന്ന ഇണക്കുരുവികളിൽ ഒന്നിനെ എന്താ പറയാ ഒരു വേടൻ അമ്പെയ്ത് താഴെ ഇടുന്നു. തമസാ നദിയുടെ തീരത്ത് ഭരദ്വാജനുമായിട്ട് അദ്ദേഹം എന്താ പറയാ വാൽമീകി മഹർഷി സന്തോഷത്തോടെ കുളിക്കാൻ വന്നപ്പോ അദ്ദേഹം എന്താ ഈ പക്ഷികളെ കണ്ട് സന്തോഷത്തോടെ, അത് പ്രപഞ്ചത്തില് ഓരോ വസ്തുവും രമിക്കുന്നത് കാണുമ്പോൾ, സന്തോഷിക്കുന്ന കാണുമ്പോൾ ഒരു മഹർഷിമാർക്ക് എപ്പോഴും സന്തോഷമാണ് ഉള്ളില്. കാരണം അവിടെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര മാത്സര്യമില്ല. മനുഷ്യനാണെങ്കിൽ ഭാര്യ ഭർത്താവ് ഏത് ബന്ധമാവട്ടെ തമ്മിൽ തല്ലിയും വഴക്കും അല്ലേ, പക്ഷെ ആ ഒരു ഇണക്കുരുവികളുടെ സന്തോഷം കണ്ട് അവര് സന്തോഷമായിട്ട് രമിക്കുന്നുണ്ട്. സന്തോഷമായിട്ടിരുന്ന അദ്ദേഹം കാണുന്നത് ഒരു പെട്ടെന്ന് ഒരു അമ്പ് വന്ന് തറക്കുകയും രക്തത്തോടുകൂടി രക്തത്തിൽ കുളിച്ച ഒരു ഇണപ്പക്ഷി താഴെ വീണ് പിടയണതുമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാട്ടിലാണെങ്കിൽ പോലും ആ ഒരു ആ തലത്തിലെത്തിയ ഒരു മഹർഷി വര്യന്റെ ഉള്ളില് ദുഃഖമുണ്ടായി. അതാണ് അവിടെ ആ ഒരൊറ്റ ശ്ലോകം എന്തായിട്ട് പരിണമിച്ചു? 24,000 ശ്ലോകമായിട്ടുള്ള ആദി കാവ്യം സൃഷ്ടമായി. അപ്പോൾ ആദ്യം തന്നെ ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന ഗഹനമായ തത്വത്തെ നമ്മളൊന്ന് അറിയണം. എന്നിട്ട് വേണം ആ ഒരു കഥയിലോട്ട് പോകാൻ. കഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം തത്വങ്ങളാണ്. രാമായണത്തിലുള്ള ഓരോ കഥകളും ഓരോ തത്വത്തെ ബേസ് ചെയ്താണ്. ആ തത്വങ്ങളെല്ലാം തന്നെ നമ്മുടെ 36 തത്വങ്ങൾ അതിക്രമിക്കാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആന്തരികമായിട്ടുള്ള കാമക്രോധങ്ങളാകട്ടെ, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന തത്വങ്ങളാകട്ടെ, എല്ലാത്തിനും ഓരോന്ന്. ഈ ബീജം എന്ന് പറയുന്നത് എന്താ? രാമന്റെ
അഗ്നി തത്വമല്ലേ, അപ്പൊ അത് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുപോലെ ഇതിനകത്തിരിക്കുന്ന ഓരോ തത്വങ്ങളും നമുക്ക് എന്താ പറയാ അയോധ്യ, അതായത് നമ്മള് ആ ഒരു ദുഃഖപൂർണമായ ഭൗതിക ജീവിതത്തിൽ അയോധ്യയിലായിട്ടുള്ള യാത്ര, യുദ്ധമില്ലാത്ത സ്ഥലം. ഈ അയോധ്യ എന്ന് പറഞ്ഞാൽ സമാധാനപൂർണമായിട്ട് സന്തോഷമായിട്ട് രാമൻ ഇരിക്കുന്ന സ്ഥലം. അത് നമ്മുടെ എവിടെയാണ് രാമൻ ഇരിക്കുന്ന സ്ഥലം? നമ്മുടെ അന്ധക്കരണം ഇരിക്കുന്ന, അതായത് നമ്മുടെ അഷ്ടതല പത്മമാകുന്ന മനസ്സാകുന്ന ഗുഹയിൽ. എല്ലാവർക്കും അറിയാം നിഹതോസി ജന്തു ആത്മായാം, ഏതാണ് ആത്മാവിരിക്കുന്ന സ്ഥലം? അവിടെയോട്ടുള്ള അയോധ്യയിലോട്ടുള്ള യാത്രയാണ് ഓരോ ജീവനും ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ആ ഒരു എന്താ പറയുക അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം രാമൻ ജനിച്ചത് അയോധ്യയിലാണ്, ദശരഥപുത്രനായിട്ടാണ്, പുത്രകാമേഷ്ടി യാഗത്തിലാണ്. നമുക്ക് അതെല്ലാം കേട്ടു. അതായത് ഹിന്ദു പുരാണങ്ങളിൽ പുത്രകാമേഷ്ടി അശ്വമേധം എന്നൊക്കെയാണ് നടത്തിയാൽ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവണം എന്നൊക്കെ നമ്മുടെ അടുത്ത് അന്യജാതിക്കാർ ചോദിക്കാറുണ്ട്. എന്താ പുത്രകാമേഷ്ടി നടത്തിയ പുത്രൻ ഉണ്ടാവൂ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ എന്തിനാ ഈ പറഞ്ഞ അശ്വമേധം നടത്താൻ? പക്ഷെ ഹിന്ദുക്കള് രാമായണ മഹാകാവ്യത്തിന്റെ തത്വങ്ങളെ കുറിച്ചും ഈ പറഞ്ഞ യാഗങ്ങളുടെ മഹത്വമൊക്കെ ഒന്ന് അറിയണം. അറിയാതിരുന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്താ പുത്രകാമേഷ്ടി. ഇപ്പൊ ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി യാഗം നടത്തി, അതിൽ നിന്ന് അഗ്നിദേവൻ ഉയർന്ന് എന്താ പറയുക പാത്രത്തിലെ പായസാന്നം കൊണ്ടുവന്നുവെന്നും രാജാവിന്റെ 4 ഭക്തിമാർക്കായിട്ട് വിഭജിച്ചു കൊടുത്തു. അങ്ങനെ 3 ഭക്തിമാർക്കും കൂടി 4 പുത്രന്മാര്, രാമൻ, ലക്ഷ്മണൻ, ഭരത, ശത്രുഘ്നന്മാരുണ്ടായി. അതിൽ രാമനെ മാത്രമാണ് നമ്മൾ പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. പൂർണ്ണാവതാരം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ 4 തലങ്ങളും ഒന്നിൽ സമ്മേളിച്ചിരിക്കുന്നു. അത് 4ഉം ഒരേ നേർരേഖയിൽ നിൽക്കുന്ന ആള് പൂർണ്ണാവതാരം അല്ലെ. ഈ 4 എണ്ണം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ അന്ധകരണ ചതുഷ്ടയങ്ങളാണ്. അതായത് നമ്മുടെ അന്ധകരണം എന്ന് പറയുന്ന മനസ്സിന് വൈഷ്ണവ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ ഇതിനെ ചതുർവ്യൂഹം എന്ന് പറയും. നമുക്കറിയാം വിഷ്ണു സഹസ്രനാമം വായിക്കുമ്പോൾ നമ്മൾ ചതുർവ്യൂഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വ്യൂഹം എന്ന് പറഞ്ഞാൽ ചുറ്റ്, ഇങ്ങനെ എന്താ പറയാ ആ ഓരോ വ്യൂഹത്തെ അതിക്രമിച്ച് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വൈഷ്ണവ തത്വത്തിലെ നമ്മളെ ചതുർവ്യൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇവര് 4 പേരാണ് ചതുർവ്യൂഹങ്ങൾ. അതേസമയം നമ്മളിപ്പോ ഈ രാമായണത്തിൽ കൊണ്ടുവരണമെങ്കിൽ അത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ 4 പേരും ഉൾക്കൊള്ളുന്ന ഒരു പൂർണ്ണത. നമ്മുടെ മനസ്സ് പൂർണ്ണമാണെങ്കിൽ എന്താ ഒരു ഭാഗമായിട്ട് നമുക്ക് നിർത്താൻ പറ്റുമോ? മനസ്സിന് 4 അറകളാണുള്ളത്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പൊ ഈ 4 എണ്ണം കൂടെ ബുദ്ധിക്ക് മാത്രം നിൽക്കാൻ പറ്റില്ല, മനസ്സിന് മാത്രം നിൽക്കാൻ പറ്റില്ല. മനസ്സിൽ വരുന്ന ചിന്തകൾക്ക് നമുക്കൊരു ദൃഢത വേണം, നമുക്കൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ബുദ്ധി വേണം. നമ്മൾ ഈ ജന്മത്തിന് കാരണമായിട്ടുള്ള ചിത്തം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ അഹങ്കാരം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ജനിക്കുമ്പോഴേ വരുന്ന അഹംബോധമാണ്, ഞാൻ എന്നുള്ള വ്യക്തിബോധം. അത് നമ്മളല്ല, അത് ഈശ്വര തത്വമാണ്. അതാണ് ഞാൻ എന്ന ഹൃദയ ഗുഹയിൽ പ്രകാശിക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം കൂടെ ചേരുമ്പോഴാണ് ഒരു പൂർണ്ണത ഉണ്ടാവുന്നത് അല്ലെ. ഇപ്പൊ രാമശബ്ദത്തിന്റെ മഹത്വം നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റം വരും. അതായത് കിരാത ഭാവത്തിലിരുന്ന ഒരു കാട്ടാളൻ എങ്ങനെയാണ് ഒരു സാർവഭൗമനായിട്ടുള്ള മഹർഷിയായിട്ട് തീർന്നത്, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്താ പറയാ ഈ പറഞ്ഞ രാമായണത്തിലേക്ക് കടക്കാൻ. അപ്പൊ ആരായിരുന്നു ഈ പറഞ്ഞ വാൽമീകി? തന്റെ പൂർവാശ്രമത്തിൽ ആരായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ഭാഗവതത്തിലോട്ട് പോണം നമ്മൾ. അതായത് ഭാഗവതത്തിലെ ബ്രാഹ്മണൻ ആരായിരുന്നു? ഈ ബ്രാഹ്മണൻ അല്ലെങ്കിൽ വിപ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷ പ്രജ്ഞയുള്ളവൻ വിപ്രൻ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ അറിവ്. അതായത് തന്റെ യാഗാദി കർമ്മങ്ങളിലൂടെ, തന്റെ അനുഷ്ഠാനങ്ങളിലൂടെ വിശേഷമായ ബുദ്ധിയെ നേടിയവൻ വിപ്രൻ. അപ്പൊ ഒരു ബ്രാഹ്മണൻ നമ്മൾ കാണുന്നുണ്ട്. എവിടെ? രുക്മിണി ദേവി കല്യാണം എല്ലാം തീരുമാനിച്ചു. രുക്മിണി ദേവിയുടെ അടുത്ത് പറയാനായിട്ട് ഒരു വിപ്രൻ, ഒരു ബ്രാഹ്മണൻ ശ്രേഷ്ഠനെ രുക്മിണി ദേവി വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട്, അങ്ങ് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം, ഞാനൊരു കത്ത് തരാം, അത് ശ്രീകൃഷ്ണ പരമാത്മാവിന് കൊണ്ടു കൊടുക്കണം, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ മംഗല്യം ചെയ്യാൻ പറയണം. അതായത് എനിക്ക് വേറെ ആരോടും ചേരുന്നത് ഇഷ്ടമല്ല, എത്രയും പെട്ടെന്ന് അങ്ങ് ദ്വാരകയിലെത്തിയിട്ട് ഈ പറഞ്ഞ എഴുത്ത് കൊടുത്തിട്ട് എന്നെ വന്ന് കൊണ്ടുപോകാൻ പറയണം എന്ന് പറഞ്ഞ് കേട്ട അത്യുത്സാഹത്തോടെ നമ്മൾ കാണുന്നുണ്ട്. രുക്മിണി സ്വയംവരത്തിന് തൊട്ട് 2 ദിവസം മുമ്പേ തന്നെ ഈ വിപ്രൻ ഓടി സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി ഈ പറഞ്ഞ ശ്രീകൃഷ്ണൻ കൊടുക്കാനായിട്ട് ഈ രുക്മിണി കൊടുത്ത കത്തും കൊണ്ട് ഓടിപ്പോകുന്നു ഒരു ബ്രാഹ്മണനെ നമ്മൾ ഭാഗവതത്തിൽ കാണും. ഇദ്ദേഹം ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എന്താ പറയാ, രുക്മിണിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സാത്വികമായിട്ട് പറഞ്ഞാല് ഈ എഴുത്താണോ കാരണം? ഇദ്ദേഹം ഇടയ്ക്ക് നിന്നോ എന്നൊക്കെ ചോദിച്ചാൽ അത് കഥയിലാണ്. പക്ഷെ ഈ എഴുത്ത് കൊണ്ടാണ് ഭഗവാൻ അറിയുന്നത് രുക്മിണിക്ക് സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ്,
തനിക്ക് പോയി അദ്ദേഹത്തെ കൊണ്ടുവരണം, അവരെ രുക്മിണിയെ തന്റെ തേരില് കയറ്റി കൊണ്ടുവരണമെന്ന് ഈ ഒരു കാരണക്കാരൻ നിമിത്തമാകുന്നതാരാണ്? ഈ ബ്രാഹ്മണനാണ്. അല്ലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹമാണ് ഈ എഴുത്ത്. പണ്ടത്തെ കാലത്ത് ഫോണൊന്നുമില്ല, ഒന്നും നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല, അറിയില്ല ഒരിടത്ത് എന്ത് നടക്കണു. കൃഷ്ണൻ വരാതിരിക്കാൻ എല്ലാ സന്നാഹങ്ങളും അവിടെ ചെയ്തിരിക്കുകയാണ്. വളരെ രഹസ്യമായിട്ട് രുക്മിണിയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ക്ഷേത്രത്തിൽ നിന്ന് തലേ ദിവസം അത് കഴിഞ്ഞ് വിവാഹ മണ്ഡപത്തിൽ കൊണ്ടുപോയി വിവാഹം കഴിച്ചു കൊടുക്കാനായിരുന്നു അവരുടെ നീക്കങ്ങൾ. പക്ഷെ ഈ ബ്രാഹ്മണൻ കൊണ്ടുപോയി എഴുത്ത് കൊണ്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം തലേ ദിവസം കാത്യായനി ദേവിയെ തൊഴാൻ പോകുമ്പോൾ അവിടെ വരികയും രുക്മിണിയെ തന്റെ തേരി കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത്. അപ്പോ ഈ പറഞ്ഞ ഒരു നമ്മൾ താത്വികമായിട്ട് പറഞ്ഞ ഇത് നമ്മുടെ സാധന ഒരു പൂർത്തീകരണമാണ്. ശരിക്കും പറഞ്ഞ ഈ സന്തോഷം എന്താണ്? നമ്മളൊരു സാധകനെ വെച്ച് നോക്കാം. ഏത് ആധ്യാത്മിക സാധനയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുത്ത് ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാണും. എന്നാലേ നമുക്കത് സാധകനെ സംബന്ധിച്ച് അത് പ്രയോജനം ചെയ്യൂ. എന്താണ് അവിടെ നടന്നത്? ശരിക്കും പറഞ്ഞ രുക്മിണിയാകുന്ന ആ മനസ്തത്വം, രുക്മിണിയാകുന്ന ജീവാത്മാവിന് ആരുമായിട്ട് ചേരണമായിരുന്നു ജന്മാന്തരങ്ങളായിട്ട് ആഗ്രഹം. ഈ പാർവതി ദേവി ശിവനെ തപസ് ചെയ്ത പോലെ രുക്മിണിക്ക് ആരെ? ശ്രീകൃഷ്ണനെ അടയണം, ശ്രീകൃഷ്ണ പരബ്രഹ്മ തത്വത്തില് എനിക്ക് ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കൂട്ടുനിന്ന് ആ യോഗം ചെയ്യാൻ സഹായിച്ചത് ആരായിരുന്നു? ഈ പറഞ്ഞ ബ്രാഹ്മണനായിരുന്നു. അപ്പൊ ഓരോ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആള് എന്താ നമ്മൾ ചെയ്യുന്നത്? ഇടയ്ക്ക് നിൽക്കുന്ന ആളിനെ നമ്മൾ ഗുരുതത്വം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രുക്മിണിക്ക് വാസുദേവനെ കിട്ടാനായിട്ട് കാരണമായിട്ടുള്ള ബ്രാഹ്മണനാണ് ഈ പറഞ്ഞ രാമായണത്തില് വാൽമീകിയായിട്ട് ജനിച്ചു എന്നാ പറയണത്. പക്ഷെ അദ്ദേഹം ദുഃഖിതനായിട്ടാണ് മരിച്ചത്. കാരണം രാമനെയും സീതയും ഒരുമിച്ച് ചേർത്തെങ്കിലും രണ്ടാമത് അവര് വേർപിരിയേണ്ട സമയത്ത് ലവകുശന്മാര് ഈ വാൽമീകി ആശ്രമത്തിൽ വളർത്തി ഈ രാമായണം മുഴുവനും എഴുതി ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അയോധ്യയിൽ ചെന്ന് രാമന്റെ മുമ്പില് വായിച്ച് പാടി കേൾപ്പിച്ചിട്ട് പോലും ആ കുഞ്ഞുങ്ങൾ പറഞ്ഞതിൽ ഒരു മനസ്സൊരു ശകലം പോലും അലിയാത്ത, ഉള്ളിൽ ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു രാമന്. പക്ഷേ രാമനും സീതയും ഒരുമിച്ച് ചേർക്കാൻ ഈ പറഞ്ഞ വാൽമീകിക്ക് കഴിഞ്ഞില്ല. അതൊരു ദുഃഖമായിട്ട് അദ്ദേഹത്തിന് അവശേഷിച്ചു. അത് ആരെ സംബന്ധിച്ച് നോക്കണേ? അദ്ദേഹം വിചാരിച്ചു സീതയെ വന്ന് സ്വീകരിക്കുമെന്നും രാമന്റെ ആ ഒരു എന്താ പറയാ ആ ഉറച്ച പിടിപാടിൽ നിന്ന് വിട്ടിട്ട് സീതയെ സ്വീകരിക്കുന്നു വിചാരിച്ചു. പക്ഷെ അവിടെ വന്നിട്ടും ആ സീതയെ സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. സീത സ്വന്തം ആ ഒരു ഭൂമി ദേവിയുടെ കരത്തിലിരുന്ന് ഭൂമിയിൽ അപ്രത്യക്ഷപ്പെടുക ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ദുഃഖമുണ്ട്. അതായത് തന്റെ ഒരു സാധകനെ സംബന്ധിച്ച് ഏത് ജന്മത്തിലാണോ തന്റെ ജീവാത്മാവിനെ, തന്റെ മൂലാധാരത്തിലിരുന്ന ആ ഭഗവതിയെ, ആ രുക്മിണിയെ, ആ സീതയെ തിരിച്ച് രാമന്റെ അടുത്ത് അല്ലെങ്കിൽ ആ പറഞ്ഞ രുക്മിണിക്ക് കൃഷ്ണന്റെ അടുത്ത്, ഒരു നമ്മുടെ ഇതാണെങ്കിൽ ദേവിക്ക് ശിവന്റെ അടുത്ത് എത്താൻ പറ്റില്ലയോ? അത് ജന്മാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് പരസ്പര സംയോഗം കൊണ്ട് മാത്രമേ പൂർണ്ണത്വം കിട്ടുള്ളൂ. ആ പൂർണ്ണത്വത്തിന്റെ യാത്രയാണ് ജന്മങ്ങള്. ആ ജന്മങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സാധന നമ്മൾ മനസ്സിലായെങ്കിൽ മാത്രമേ ഇതിനകത്തിരിക്കണ ആ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതായത് കർക്കിടകം 1 മുതൽ രാമായണം വായിച്ചാൽ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാനാണ്. എന്താ ഈ കർക്കിടകം 1 എന്ന് പറയുന്നത്? നിങ്ങൾക്ക് കർമ്മകാന്ഡം തുടങ്ങി, നിങ്ങളുടെ ഈ പറഞ്ഞ ജ്ഞാനകാന്ഡം നിങ്ങൾക്ക്, അത് ജ്ഞാനകാന്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേവന്മാരെ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും. അവര് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കും, അവര് നിങ്ങൾക്ക് സഹായിയായിട്ട് നിൽക്കും. പക്ഷെ അവർ ഉറങ്ങാൻ പോയി കഴിഞ്ഞു. അതായത് ഇന്ദ്രിയങ്ങള് ഉറക്കത്തിൽ പോയി കഴിഞ്ഞു, മനസ്സുമില്ല അവിടെ. ഇപ്പൊ എന്താ മനസ്സെന്ന് പറയുന്നത്? എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു സംഭവമാണ്, അതിന് ഉറക്കമില്ല. അപ്പോ എന്താ ഈ വേണ്ടാത്ത കാര്യങ്ങളിലോട്ട് കലി നമ്മളെ ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ തന്നെ നമ്മുടെ മനസ്സ് ദുഷിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യൂ. എന്ത് കർമ്മങ്ങള്? സാത്വിക കർമ്മങ്ങൾ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മഹാശക്തിയെ അറിയാനുള്ള ചാതുർമാസ്യ പ്രായശ്ചിത്ത കർമ്മങ്ങള്. പ്രായശ്ചിത്തം എന്തിനാ നമ്മൾ ചെയ്യുന്നത്? ജീവിതം തന്നെ ഒരു പ്രായശ്ചിത്തല്ലേ? ഏതോ കാലത്ത് ചെയ്ത ചില കർമ്മങ്ങളുടെ ഫലമായിട്ടല്ലേ ഈ പ്രാരബ്ധ ശരീരം നമ്മൾ എടുത്തിരിക്കണം? അല്ല ചുമ്മാ ഒരു ശരീരം ഒരു ഭൂമിയിൽ വരുമോ? ഒരിക്കലും ഇല്ല. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഇല്ലെങ്കിൽ തണുപ്പ് രാജ്യത്തോ എവിടെ സിലോണിലോ ശ്രീലങ്കയിലോ കേരളത്തിലോ എവിടെയെങ്കിലും ഒരു ജീവൻ ഒരു ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കാരണം കൊണ്ട് കാര്യത്തെ നിറവേറ്റാൻ ആ ശരീരം എടുക്കുന്നത്. എന്തിനാണ് ഈ ശരീരം
കാരണ ശരീരം എടുത്ത് ഈ പ്രാരാബ്ധ ശരീരത്തിലൂടെ മാത്രമേ എന്തൊക്കെ നമുക്ക് ദഹിപ്പിച്ച് കളയാൻ പറ്റൂ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ അത് നടക്കില്ല. അതായത് കാമം, ആഗ്രഹം, ഡിസയേഴ്സ് അതിങ്ങനെ കിടക്കുകയാണ്. അത് എന്ത് ചെയ്യണം? ആ ആഗ്രഹത്തിന്റെ ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഒരുപാട് നമുക്ക് അതിന്റെ നല്ലതും ചീത്തയായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഈ 4 മാസം ചാതുർമാസ്യം, അതായത് ഈ കർക്കടകം മുതൽ ഡിസംബർ വരെയുള്ള വൃശ്ചിക മാസം വരെയുള്ള 6 മാസം, 4 മാസമാണ് പ്രധാനം. ഈ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതിനെ എന്താ പറയാ, കുറെ ദഹിപ്പിച്ച് കളയൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ചെയ്യുന്ന ഓരോ കർമ്മവും പുണ്യകർമ്മമാണ്. അതായത് നമ്മൾ കേൾക്കുന്നതും പറയുന്നതും രാമൻ 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 എന്ന് പറയുന്നതൊക്കെ പുണ്യ വാക്കുകളാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന പാപങ്ങൾക്ക് ക്ഷയം വരട്ടെ, നിനക്ക് പുണ്യം ഉണ്ടാകട്ടെ. ഇതാണ് ശരിക്കും പറഞ്ഞ അതിന്റെ അർത്ഥം. അപ്പോ നമ്മുടെ സനാതന ധർമ്മത്തില് ആഗ്രഹം പൂർത്തിയാക്കാത്ത ഒരു ജീവൻ പോവുകയാണെങ്കിൽ പുനർജന്മം ഉണ്ടാകും, ഉറപ്പ്. അപ്പോൾ പിന്നെ അദ്ദേഹമാണ് ഈ പറഞ്ഞ ഒരു ബ്രാഹ്മണൻ, ഈ പറഞ്ഞ വാൽമീകി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അപ്പൊ പൂർത്തീകരിക്കാൻ പറ്റില്ല, സീതയും രാമനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ആ കൃഷ്ണ അവതാര കാലത്ത് ആരായിട്ട് വന്നു? കൃഷ്ണാവതാര കാലത്ത് ഈ ബ്രാഹ്മണനായിട്ട് വന്ന് വാൽമീകി, നമുക്കറിയാം രാമന്റെ ജന്മം കഴിഞ്ഞ്, രാമൻ കഴിഞ്ഞിട്ടാണല്ലോ കൃഷ്ണൻ ദ്വാപര യുഗത്തിൽ. ആ കൃഷ്ണൻ വന്നപ്പോ ഇദ്ദേഹം വന്ന് ബ്രാഹ്മണ ജന്മത്തിൽ വന്നിട്ട് അദ്ദേഹം ഋഷിയായിരുന്ന ആൾ മരിച്ചിട്ട് ആ തത്വത്തെ അറിയുന്ന വിപ്രനായിട്ട് മാറി, വിശേഷണ ബുദ്ധിയുള്ള ആൾ. അതും രുക്മിണിയുടെ കൊട്ടാരത്തിൽ വന്ന് ഈ രുക്മിണിയുടെ കത്ത് കൊണ്ടു കൊടുത്ത് ആ ജീവൻ മുക്തി പദവി, അതായത് ആ രുക്മിണിയെയും വാസുദേവനും തമ്മിൽ സംയോജിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ മുൻജന്മത്തിൽ അവരെ യോജിപ്പിക്കാതെ കിടഞ്ഞു പരിശ്രമിച്ചിട്ട് സാധിക്കാതെ പോയ ഒരു ശക്തനായ ഉപാസകനായിരുന്നു വാൽമീകി. ആ ഉപാസനയിലൂടെയാണ് അദ്ദേഹത്തിന് രാമായണം എഴുതാൻ പറ്റിയത്. അതായത് ലവകുശന്മാര് പാടിച്ചിട്ട് പോലും രാമന്റെ ഹൃദയം അലിഞ്ഞില്ല എന്നുള്ളൊരു ദുഃഖം എപ്പോഴും എന്താ പറയാ ഉണ്ടായിരുന്നു വാൽമീകിക്ക്. അപ്പൊ ദുഃഖത്തില്, ആ ഒരു വിഷമത്തില് ശരീരം വിടുമ്പോ എന്താ, ആ ഒരു കാര്യം പൂർത്തീകരിക്കാൻ അവർ പിന്നെയും ജനിക്കും. അങ്ങനെ ജനിച്ച ഒരാളായിരുന്നു ഇത്. അപ്പോ ഇത് എന്താണ് നമ്മൾ രാമായണം അല്ലെങ്കിൽ പറയണ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു യോഗാവസ്ഥയാണ് കാണിക്കുന്നത്. എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇത് ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതായത് ഒരു സാധകന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇത് നമ്മളെ പോലുള്ള സാധകർക്ക് മനസ്സിലായില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല രാമായണം വായിച്ചിട്ട്. എല്ലാ കർക്കിടകം 1 മുതൽ 30-ാം തീയതി വരെ വായിച്ചു, അതിനെ അടച്ചു വെച്ചു. അത് പിറ്റേ ദിവസം അടുത്ത കർക്കിടകത്തിലെടുത്തു, അത് പൊടി പിടിച്ചിരുന്നു. അപ്പൊ നമ്മുടെ വിചാരം കർക്കിടക മാസത്തിൽ മാത്രം വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്നാണ്. അല്ല, അതായത് ബുദ്ധിയും മനസ്സും തമ്മിൽ ഒരു യോഗം ഉണ്ടാക്കണം. അത് ശബ്ദത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അതായത് ഓരോ നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ നിന്ന് ഓരോ അക്ഷരം വന്നു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. രാമ എന്നുള്ള അക്ഷരത്തില് ഓം നമോ നാരായണായ, ആ മാ അക്ഷരം രാ എന്നുള്ള അക്ഷരത്തിലൂടെ ചേർന്നപ്പോ എന്തായി? രാമമന്ത്രമായിട്ട് തീർന്നു. ഈ അഷ്ടാക്ഷരത്തിന്റെ അവകാശി വാസുദേവനാണ്, അല്ലെ? ആ ഒരു ദേവശബ്ദം, ആ അന്ധകരണത്തിന്റെ സ്ഥായിയായ ഭാവമാണ് വിഷ്ണു. നമ്മുടെ അന്ധകരണം എന്ന് പറഞ്ഞാൽ 4 അന്ധകരണ ചതുഷ്ടയം ചേർന്നതിന്റെ മനസ്സിന്റെ, അതായത് ഈ സൃഷ്ടി കഴിഞ്ഞിട്ട് സ്ഥിതി കാരകൻ, വളരെ ശാന്തമായിട്ട് യോഗനിദ്രയുടെ കാലമാകുന്ന അനന്തന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണു. അപ്പൊ നമ്മുടെ സ്ഥായിയായ ഭാവം എന്താണ്? വിഷ്ണുവിന്റെ ഭാവമാണ്, ശാന്തതയാണ്, സന്തോഷമാണ്, സുഖമാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയാണ്. ആ സുഖ അവസ്ഥയിൽ ഇരിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ശരീരം എടുക്കുമ്പോൾ ദുഃഖാവസ്ഥയിൽ നമ്മൾ വന്നു ചേരണു? അതായത് നമ്മുടെ ശരീരവുമായിട്ടുള്ള താതാത്മ്യം, അതാണ് അതിന് മെയിൻ കാരണം. നമ്മൾ ഇതിനകത്തിരിക്കുന്ന സുഖമായിട്ട് ഉറങ്ങുന്ന ആ അനന്തൻ തൽപ്പത്തിൽ ഉറങ്ങുന്ന വിഷ്ണുവിനെ മറന്നുപോയി നമ്മൾ ഓരോരുത്തരും നരനായിട്ട് തീർന്നു. നരജന്മം, അതായത് മനുഷ്യ ജന്മത്തില് നമ്മൾ ഈ പറഞ്ഞ എന്തിനെയൊക്കെ കിട്ടിയോ, ശരീരം കിട്ടി, കുറെ ധനവും സ്വത്തുക്കളും കിട്ടി, അതുമായിട്ടൊക്കെ താതാത്മ്യം പ്രാപിച്ചു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ വിഷ്ണു തത്വത്തെ അറിയാൻ പറ്റിയില്ല. പക്ഷെ രാമതത്വത്തിലൂടെ, ഈ രാമായണം വായിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? യോഗം ചെയ്യണം. നമ്മുടെ മനസ്സിനെ ആത്മതത്വവുമായിട്ട്, ബുദ്ധിയുമായിട്ട് യോഗം ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ആ സ്ഥിരമായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് പ്രപഞ്ചത്തെ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് സുഖദുഃഖങ്ങളെ അതിജീവിക്കാൻ പറ്റൂ. രാമായണം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണിത്. അപ്പൊ യോഗാവസ്ഥ പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമശിവായ മന്ത്രം കൂടെ വേണം. ഇതിന്റെയൊക്കെ അവസാനത്തില് ആ ഒരു ശ്മശാനത്തില് ശരീരത്തെ ദഹിപ്പിച്ചതിന് ശേഷമുള്ള പ്യുവർ കോൺഷ്യസ് തലം എന്ന് പറയുന്നത് ശിവം. അത് മംഗളസ്വരൂപമാണ്, അത് പരശിവനാണ്. അപ്പൊ എന്താ? ഇത് രണ്ടും കൂടെ ചേരുമ്പോ രാമനും ശബ്ദവും മാ ശബ്ദവും ഇത് രണ്ടും കൂടെ ചേരുമ്പോ എന്താ? ആ രാമശബ്ദമായി. അതായത് കൈലാസം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്, അഥവാ ബുദ്ധിയാണ്. ഇനി ബുദ്ധിയുടെ സ്ഥാനം എന്ന് പറയുന്നത് എന്താ?
ചിന്താമണി ഗ്രഹം അല്ലെ? ചിന്താമണി ഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ പറയാം, ചിന്താമണി ഗ്രഹം സുധാസിന്ദോർമുത്തി നമ്മുടെ മസ്തിഷ്കത്തില് സഹസ്രാരത്തിൽ പറയുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യണു? മനസ്സെന്ന ചിത്തം എന്ത് ചെയ്യണു? ബുദ്ധിയുമായി യോജിക്കുന്നു. ഇതെല്ലാം അന്ധകരണ ചതുഷ്ടയത്തിൽപ്പെട്ട, ഈ 4 അന്ധകരണത്തിൽപ്പെട്ടതാണ്. അങ്ങനെ മനസ്സും ബുദ്ധിയുമായി ഐക്യം പ്രാപിക്കുവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാമ 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 എന്ന് ജപിക്കുന്നത്. അതായത് ശിവൻ അതിനകത്ത് വരുന്നുണ്ട്, രകാരം എന്ന് പറയുന്ന അഗ്നിബീജം വരുന്നുണ്ട്, അത് വിഷ്ണുവാണ്. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ നമ്മൾ കണ്ടു ഇടാ പിങ്കള നാടികളിൽ കൂടെ ഒഴുകുന്നത് സുഷുമ്നയിലൂടെ പോകുമ്പോ അവിടെ അവര് രണ്ടുപേരും കൂടെ, അതായത് വിഷ്ണുവും ശിവനും തമ്മിലുള്ള സംയോഗത്തിൽ അയ്യപ്പൻ ഉണ്ടായി. 5ന്റെയും അപ്പൻ, അതായത് പഞ്ചഭൂതങ്ങൾക്ക് നാഥനായിരിക്കുന്ന അയ്യപ്പൻ ആ മനസ്തത്വത്തിന്റെ അവിടെ ഗുരുമൂർത്തിയായിട്ട് ഗുരുരൂപത്തിൽ അവിടെ അയ്യപ്പൻ അവതരിച്ചു. എങ്ങനെയാണ് 2 പുരുഷന്മാർ ചേരുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു കുഞ്ഞുണ്ടാകുന്നത്? അതൊരു തത്വമാണെന്ന് മനസ്സിലാക്കണം. ശിവതത്വമാണ് ഒന്ന്, വിഷ്ണു തത്വമാണ് ഒന്ന്. അത് നമ്മളിൽ ഒഴുകുന്ന 2 ശ്വാസങ്ങളാണ്. ഒന്ന് സൂര്യനാടിയാണ്, ഒന്ന് ചന്ദ്രനാടിയാണ്. ഒരു സ്ത്രീയാണ്, ഒരു പുരുഷനാണ്. രണ്ടും കൂടെ സംയോജിക്കുമ്പോഴാണ് എന്താണ്? മൂന്നാമതൊരു ജന്മം ഉണ്ടാകുന്നത്. സുഷുമ്ന നാടി കൂടി ഈ 2 ശ്വാസങ്ങളും കൂടെ ചേർന്ന് പോകുമ്പോൾ അയ്യപ്പൻ പഞ്ചഭൂതങ്ങളാകുന്ന 5ന്റെയും അപ്പൻ, അതായത് ശരീരബോധത്തെ അതിക്രമിച്ചിരിക്കുന്ന ആ തത്വത്തില്, അതാണ് 18ാം പടി. 16 തത്വങ്ങളും സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ ഞാനും നീ എന്നുള്ള ബോധത്തെ അതിക്രമിച്ച് ശബരിമലയിൽ ഇരിക്കുന്ന ആ മഹാശാസ്താവിന്റെ തത്വം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ രാമായണം ഒരു ചെറിയ ഗ്രന്ഥം അല്ല. അതിൽ നിന്ന് നമുക്ക് എന്താ? സാധനയുടെ ആ ആഹ്ലാദം എന്നുള്ള തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ, അതായത് പൂർണ്ണമായ ജ്ഞാനത്തില് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മളെ ഈ ജീവ സ്വഭാവത്തിൽ നിന്ന്, അതായത് ജീവനാണ്, ഈ ശരീരമാണെന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ ഉയർന്നാൽ മാത്രമേ പറ്റൂ. അതായത് ആ ഒരു തുരീയ അവസ്ഥയില്, അത് നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ ഉയർന്ന് സഹസ്രാര പത്മത്തില് എത്തിയിട്ട് എന്താ? ഇതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ജ്ഞാനയോഗം എന്ന് പറയുന്നത്. അറിവിലൂടെ ചെയ്യുന്ന യോഗം. സംഗീതത്തിൽ നമ്മൾ എങ്ങനെയാ സ രി ഗ മ പ ധ നി സ എന്ന് പറയുന്നത്? താഴോട്ട് പോകുന്ന മേളിലോട്ട് 7 ചക്രങ്ങൾ. അതുപോലെ തന്നെ ഉയർന്ന മേൽസ്ഥായി, താഴത്തത്. അപ്പൊ താഴെ ഇരിക്കുന്ന നമ്മുടെ മനസ്സ്, താഴെ ആരായിരിക്കുന്ന? നമ്മളെ മൂലാധാരത്തിൽ ദേവി ഇരിക്കണം. ദേവി അവിടെ അല്ല ഇരിക്കണം, നമ്മുടെ മനസ്സ് അവിടെ ഇരിക്കണം. നമ്മൾ താഴ്ന്ന് ചിന്തിക്കണം. നമ്മൾ ഒരു ശരീരമാണെന്ന് ചിന്തിക്കണം. നശിച്ചു പോകുന്ന വസ്തുവാണെന്ന് നമ്മുടെ മനസ്സ് അതുമായിട്ട് യോഗം ചെയ്തിരിക്കുക. പക്ഷെ അതിൽ നിന്ന് പതുക്കെ പതുക്കെ വിട്ടിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ചക്രങ്ങളെ രാമ 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 എന്ന് ജപിച്ച് മുഖ്യ ലക്ഷ്യമാണ് ആനന്ദ സ്വരൂപത്തില് നമ്മൾ എത്തിച്ചേരണം. അതിനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാട്ടാളന്റെ മനസ്സ് പോലും, കാട്ടാളന്റെ മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വന്യമൃഗങ്ങളെ എയ്ത് കൊല്ലുക, ബാക്കിയുള്ളവരുടെ തട്ടിയെടുക്കുക, ഇതൊക്കെ ആ സ്വഭാവത്തിൽ നിന്ന് തന്റെ ഷഡ് വൈരികളെ കൊന്നിട്ട് ആ രാമമന്ത്രത്തിന്റെ പ്രഭാവം കൊണ്ട് അദ്ദേഹം പുറ്റുകൾക്കകത്തിരുന്നിട്ട് ജപിച്ച് ആ തപസ്സിലൂടെ അദ്ദേഹം നേടിയതാണ് ഏത് പദവി? ആ ഒരു വാൽമീകി എന്നുള്ള വിശ്വകാവ്യത്തിന്റെ രചയിതാവ് എന്നുള്ള പദവി. അപ്പൊ അതുപോലെ നമ്മളും, നമ്മുടെ വാൽമീകം ഏതാണ്? ഈ ശരീരം തന്നെ നമ്മുടെ വാൽമീകം. പുറ്റാണിത്. നാളെ ഇത് വെറും മണ്ണാണ്. ഭൂമി, ജല, അഗ്നി, വായുകൾ കൊണ്ട് സൃഷ്ടിച്ച വെറും ഒരു കൂടാണിത്. നാളെ ഈ മണ്ണ് ഭൂമിയിലോട്ട് ലയിക്കണം, വായുവിലോട്ട് ലയിക്കും. ഈ കൂടിച്ചേർന്ന ശരീരം നാളെ ഇല്ല. ആ ശരീരത്തിനകത്തിരിക്കുന്ന 2 പേര്, ജീവാത്മാവും പരമാത്മാവും, അവ എന്ത് ചെയ്യണം? അവര് യോഗം പ്രാപിച്ചിരിക്കണം എപ്പോഴ്? നമ്മുടെ ശരീരം ഇരിക്കുമ്പോ തന്നെ. അതാണ് നമ്മുടെ ഓരോ സാധനയുടെയും ലക്ഷ്യം. അപ്പോ രാമനാമം എന്ന് നമ്മൾ ജപിക്കുമ്പോൾ രമിപ്പിക്കുന്നവൻ രാമൻ, അതായത് രഞ്ജിപ്പിക്കുന്നവൻ രാമൻ, അതായത് സാധിപ്പിച്ചു തരുന്നവൻ, യോജിപ്പിക്കുന്നവൻ. എന്ത് യോജിപ്പിക്കുന്നത്? ജീവാത്മാവിനെയും പരമാത്മാവിനെയും ശരീരത്തിലിരുത്തി യോജിപ്പിക്കുന്ന മഹാശക്തിയാണ് രാമൻ. ഇപ്പൊ രാമായണത്തിൽ ഇനി നമുക്ക് നോക്കാം രാമന്റെ അയനം. രാമൻ എവിടെ കൂടെയൊക്കെയാണ് പോണം? അവിടെ കൂടെ എല്ലാം നമ്മളും പോണം. എന്താ വെച്ചാൽ അതൊരു ഉന്നതമായിട്ടുള്ള ഒരു മാർഗമാണ്. രാമതത്വം എന്ന് പറഞ്ഞാൽ ഉയർച്ച, അവിടെ താഴ്ചയില്ല. ധർമ്മം മാത്രമേ ഉള്ളൂ, സത്യം മാത്രമേ ഉള്ളൂ. ഒരു ജീവാത്മാവിന് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ പാദങ്ങള് സത്യത്തിലോട്ട് നടക്കുകയുള്ളൂ. അപ്പൊ രാമപാദങ്ങളെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ സത്യത്തെയും ധർമ്മത്തെയും പിടിച്ചു നടക്കുക എന്നാണ്. ആ രാമന്റെ കഥയിലൂടെ, രാമപാദങ്ങളിലൂടെ നമ്മൾ ഗുരുപദത്തിൽ എത്തിച്ചേരുന്ന രാമന്റെ എത്ര ഗുരുക്കന്മാരാണ് അദ്ദേഹത്തിന്? വസിഷ്ഠ ഗുരു പോരാത്തുണ്ട് അദ്ദേഹത്തിന്, വിശ്വാമിത്രൻ വന്നു ചേരുക. നോക്കൂ, എത്ര ഉയർന്ന തലത്തിലിരിക്കുന്ന വ്യക്തികളെ തേടി ഗുരുക്കന്മാർ അങ്ങോട്ട് ചെല്ലുന്നു. അവരുടെ പാദങ്ങളെ നമസ്കരിക്കാൻ ഈ വ്യക്തിക്ക് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നു. രാമൻ പറയുന്നു, ഇനി നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത് എന്താ? രാമൻ വസിഷ്ഠനിൽ മാത്രം സന്തുഷ്ടനല്ലായിരുന്നു, ഇനി എനിക്ക് അറിയാനുണ്ട്, ഇനിയും അറിയാനുണ്ടെന്നുള്ള ബോധം, നമ്മുടെ വ്യക്തിബോധം ഗുരുക്കന്മാരെ സ്വീകരിക്കുമ്പോൾ മാത്രമേ അതിങ്ങനെ ആ ഒരു തലത്തിൽ നിന്ന് പൊട്ടി മുളച്ചത് അങ്കുരമാവുള്ളൂ. മറ്റത് വിത്തിനകത്തിരിക്കുന്നു. അതിന് മുള പൊട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പ്രകാശം കൊടുക്കണം, ജലം കൊടുക്കണം. ആ പ്രകാശമാകുന്ന ജ്ഞാനം കൊടുക്കുന്ന ഗുരു, ആ നമ്മുടെ ഉപാസനയാകുന്ന വെള്ളം
വെള്ളമൊഴിച്ച് ആ വിത്തിനെ നമ്മൾ മുളപ്പിക്കണം. അപ്പോഴെന്ത് ചെയ്യും? അതൊരു ഫലവൃക്ഷമായിട്ട് വളരും. അതുപോലെ ഈ പറഞ്ഞ രാമൻ ആരാണ്? നമ്മളെ ജീവാത്മ പരമാത്മ ഐക്യത്തിന് സഹായിക്കുന്ന ഒരു രഞ്ജിപ്പിക്കുന്നവനാണ് രാമൻ. അപ്പൊ നമ്മൾ പറയും, എന്താ പറയാ, രാമൻ ഒരു പച്ച മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇത്രയും ദുഃഖം വന്നില്ലേ? നമ്മളെല്ലാം ശരീരതലത്തില് ഈ മഹാപുരുഷന്മാരെ എല്ലാം, കൃഷ്ണനെ ആവട്ടെ രാമനെ ആവട്ടെ കള്ളകൃഷ്ണൻ എന്ന് വിളിക്കുക, അദ്ദേഹം എന്തോന്ന് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തു. നമ്മള് എപ്പോഴും നമ്മുടെ തലത്തിലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. നമ്മൾ സമ്മതിക്കുന്ന നമ്മുടെ ചുറ്റുപാട് കാണുന്ന കുറെ കള്ളന്മാരെ അല്ലെ, കുറെ ഉപമിക്കാൻ പറ്റുന്ന ആരാ നമുക്കിന്ന്? ഭരണചക്രത്തിൽ ഇരിക്കുന്നവരുണ്ടോ? ആരാ നമുക്ക് ഉപമിക്കാൻ പറ്റുന്ന നമ്മുടെ ചുറ്റുപാടുള്ള വിരലിൽ ഉണ്ടാവുന്ന 1 or 2 പേര്? നമുക്ക് പറയാൻ പറ്റുന്ന പുരാണ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഈ പറഞ്ഞ പച്ച മനുഷ്യൻ എന്ന് പറയുന്ന ഈ കലി ബാധിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഇന്ന് ഒരു വ്യക്തിഗതമായിട്ട് ഒരാളെ ചൂണ്ടിക്കാട്ടാനില്ല. ഒരാളെ നല്ലതെന്ന് പറയുമ്പോൾ 10 പേരെ അയാൾ ചീത്ത എന്ന് പറയും. അങ്ങനെ നമ്മുടെ മനസ്സിന് കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആശ്രയം എന്ന് പറയുന്നത് ഇതുപോലുള്ള പുരാണങ്ങള്, പുരാണ ഇതിഹാസ പുരുഷന്മാര്, രാമൻ എന്ന് പറയുന്ന തത്വം, വിഷ്ണു തത്വം, നമ്മുടെ അമ്മ ഭഗവതി, നമുക്ക് ഒരിക്കലും നമ്മൾ പിന്തുടർന്നാൽ നമുക്ക് മോശമായിട്ടുള്ള ഏത് ദണ്ഡകാരുണ്യത്തിലും ഏത് രാക്ഷസന്മാരെയും നിഗ്രഹിച്ച് രാമൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാരുണ്യം, ഈ വനമാകുന്ന നമ്മുടെ ജീവിത സംസാരമാകുന്ന ഈ ലൗകിക സമുദ്രം കടക്കാനായിട്ട് എവരൊക്കെ നമുക്ക് വേണം, എവരേ നമുക്കുള്ളൂ. ആ ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസം വേണം. ബാഹ്യമായിട്ട് ഇന്ന് ആരെ ആശ്രയിച്ചാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ഇന്ന് ഗുരുക്കന്മാരെ പോലും നമുക്ക് പല വേഷമിട്ട ആട്ടം തോലിട്ട ചെന്നായ്ക്കളാണ് ഇന്ന് ഗുരു സമൂഹം പോലും. അവര് പോലും പണത്തിന് ആകൃഷ്ടരായി മന്ത്രങ്ങളെ വിൽക്കുക, പണത്തിന് വേണ്ടിയിട്ട് എന്താ ഏത് സ്റ്റൂപ്പ് ടു എനി ലെവൽ എന്ന് പറഞ്ഞാൽ എത്ര തരം താണ് ഒരു തലത്തിലേക്ക് പോയി നമ്മൾ അവരുടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പോലും അധപ്പതിച്ചു പോകും. അതുകൊണ്ട് നമുക്കെന്താ, ഈ യുഗപുരുഷന്മാര് ഏത് യുഗത്തിലും മരിക്കാതെ നിൽക്കുന്ന രാമതത്വം, ഏത് യുഗത്തിലും നിൽക്കുന്ന വിഷ്ണുതത്വം, ഏത് യുഗത്തിലും നിൽക്കുന്ന ആ അമ്മയുടെ പരമമായ പരാശക്തിയുടെ ശബ്ദം, നമുക്ക് അവരെ ആശ്രയിക്കാം. എന്തുകൊണ്ട് ആശ്രയിച്ചുകൂടാ? ഈ പറഞ്ഞ ഋഷി മുനിമാർ എന്തിനാ ഈ പുരാണങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ഓരോ ജീവനെയും തന്റെ ആത്മീയ തലത്തില്, ആത്മീയം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ തലത്തിലേക്ക്, നമ്മൾ ശരീരമല്ല എന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മളെ ഉയർത്താനാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് രാമന്റെ പാദം പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാമതത്വം, രാമന്റെ അയനം, രാമൻ ഏത് നമ്മള് ഈ പറഞ്ഞ പാവപ്പെട്ട ഓരോ ജീവാത്മാക്കള് തന്റെ ദുഃഖത്തിന്റെ ആ ഒരു ദുഃഖ സമുദ്രത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു കച്ചിത്തുരുമ്പാണ് രാമശബ്ദം അല്ലെങ്കിൽ ദേവീ ശബ്ദം. അവരുടെ പാദത്തിലൂടെ നമ്മള് പിന്തുടർന്ന് ഈ സംസാരത്തെ കടന്ന് നമ്മള് രാമന് അയനമില്ല, രാമൻ നിർഗുണ തത്വമാണ്, ആ നിശ്ചല തത്വമാണ്. പരമശിവനും രാമനും രണ്ടല്ല എന്നുള്ള നിശ്ചല തത്വത്തില്, ആ നിർമോഹത്തെ നിശ്ചല തത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തി. അപ്പൊ എന്താ? ഭോഗരതോവ യോഗതരവ, നമ്മൾ ഭോഗമാണെങ്കിലും യോഗമാണെങ്കിലും യസ്യ രമന്തി ചിത്തം, ഏതിലാണോ നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്നത് അവിടെ നമ്മൾ എത്തിച്ചേരും. അതിന് സംശയമില്ല. ഭജഗോവിന്ദോ അതാ പറയണം. അപ്പൊ രാമൻ എന്ന് പറയുന്നത് ഒരു തത്വമാണ്. രാമനെ ഒരു പുരുഷനായിട്ട് അവിടെ കാണരുത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് സുഖദുഃഖങ്ങൾ വന്നു? ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ ഇനി കാണും രാമായണത്തിലൂടെ. ഇതെല്ലാം നേരത്തെ കാരണത്തിന് കാര്യമുണ്ടെന്ന് പറഞ്ഞ പോലെ രാമന്റെ അവതാരം ഒരു നിയോഗമാണ്. അദ്ദേഹം വന്നത് നമുക്കൊരു എന്താ പറയാ, ഒരു ധർമ്മത്തിന്റെ പുരുഷനായിട്ട്, ഈ പറഞ്ഞ അധർമ്മികളുടെ ഇടയിൽ നമുക്ക് ധർമ്മത്തെ കാണിച്ചു തരാനാണ് അദ്ദേഹം വന്നത്. നമുക്കിനി യാത്രയിൽ മനസ്സിലാവും. അപ്പൊ എന്താ, അദ്ദേഹം അടുത്തത് എന്താണ് നമ്മൾ കാണുന്നത്? രാമായണത്തിൽ രാമനെ നമ്മൾ കുട്ടികളായിട്ട് വളർന്നു. രാമൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആരാ വരുന്നത്? വിശ്വാമിത്രൻ വരികയാണ്. എന്തിന്? യാഗ സംരക്ഷണത്തിന്. അതും യാഗം, അവിടെയും യാഗ സംരക്ഷണം. എന്താ? വിശ്വാമിത്രനും യാഗ സംരക്ഷണം, യാഗം യുജ്യതേ ഇത് യാഗം. എന്താ യാഗത്തിന്? ബാഹ്യമായ യാഗകർമ്മങ്ങള് ചെയ്യുന്നത് നമ്മളെ ഈശ്വര തത്വവുമായിട്ടുള്ള യോജിപ്പിക്കുക, നമ്മളെ ആഹൂതി കൊടുക്കുക. നമ്മുടെ സമിത്തുക്കളായിട്ട് എന്താണ് ഒരു ഗുരുനാഥന്റെ അടുത്ത് പോകുന്നത്? സമിത്തുക്കൾ എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ദഹിപ്പിക്കേണ്ട വിറക് കഷ്ണങ്ങൾ. നമ്മളൊരു ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വിറക് കഷ്ണം എന്താ? നമ്മുടെ കർമ്മങ്ങള്, ഉണങ്ങിയ കർമ്മങ്ങൾ. അതായത് ഉണങ്ങിയ കർമ്മം എന്ന് പറയുമ്പോൾ പച്ചക്കർമ്മങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉണങ്ങിയ കർമ്മങ്ങൾ പൂർവ്വജന്മാർജിത കർമ്മങ്ങൾ, അതെല്ലാം ഇങ്ങനെ വിറകുകളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക. എവിടെ? അഗ്നിയിലിട്ട് ഹോമിക്കണം. അതിന് ആര് വേണം? ഗുരുനാഥൻ അഗ്നിയെ ജ്വലിപ്പിച്ചു തരണം. നമുക്ക് ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിക്കണം. അവിടെ കൊണ്ടിടണം നമ്മുടെ കർമ്മങ്ങൾ. എന്നാലേ ജന്മാന്തര യാത്ര കുറച്ച് കുറഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ 5, 10, 20 ജന്മങ്ങളിൽ പോവാം. പക്ഷെ അല്ലാതെ വേണ്ടെന്ന് പറയുന്ന ഒരാൾക്ക് തന്റെ കർമ്മങ്ങളെ ആ ജ്ഞാനാഗ്നിയിൽ ജ്വലിപ്പിക്കുന്ന ആ ഗുരു തരുന്ന നമുക്ക് അറിവാകുന്ന ജ്ഞാനത്തില് അതിനകത്ത് ഹോമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ വന്നു ചേരുന്നത്. അപ്പൊ ഈ പറഞ്ഞ വസിഷ്ഠൻ ഗുരു, അദ്ദേഹത്തിന്റെ കുലഗുരുവാണ് രാമന്റെ. ആ വസിഷ്ഠൻ വരികയാണ്. വസിഷ്ഠന്റെ കൂടെ ഇരുന്നിട്ട് വസിഷ്ഠന്റെ യോഗവാസിഷ്ഠം പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം എല്ലാം
അതായത് ഒരു ജീവന് വേണ്ട എല്ലാ തത്വങ്ങളും വെച്ചാൽ രാമൻ പൂർണ്ണനാണ്, രാമൻ എന്താ എത്ര ഉൾക്കൊണ്ടാലും മതിയാവില്ല, ആ ഒരു തലത്തിൽ നിൽക്കുന്ന ആളാണ്. എങ്കിലും വസിഷ്ഠൻ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് എന്നിട്ടും രാമൻ ഒരു പൂർണ്ണത കിട്ടുന്നില്ല, ഒരു ഗ്ലാനി. അദ്ദേഹം വലിയൊരു സന്തോഷവാനല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആര് വരുന്നു? നമ്മുടെ വിശ്വാമിത്രൻ വരികയാണ് യാഗ സംരക്ഷണത്തിന്. അതായത് യോഗം ചെയ്യാൻ സമയമായി. തന്റെ മനസ്സ് ബുദ്ധിയെ പിരിഞ്ഞ് എവിടെയോ ഇരിക്കുകയാണ്, മിഥിലയിൽ ഇരിക്കുകയാണ്. ആ മിഥിലയിൽ ഇരിക്കുന്ന മനസ്സുമായിട്ട് കൂടിച്ചേർന്നെങ്കിലേ ഈ പറഞ്ഞ അന്ധകരണ ചതുഷ്ടയത്തില് ഒരു കാര്യം മാറിയിരുന്നാൽ നമുക്ക് സ്വസ്ഥത കിട്ടില്ല. രാമൻ ആരുമായിട്ട് ചേരണം? ആ മൈഥിലിയുമായിട്ട് ചേരണം, സീതാദേവിയുമായിട്ട് ചേരണം. അതിന് കാര്യകാരണങ്ങൾ ഉണ്ടാവണം. അതിന് ഒരു ഗുരുതത്വം വരികയാണ്. ഇദ്ദേഹത്തിന് വീണ്ടും പല എന്താ പറയാ, ആ രാമൻ എന്ന് പറഞ്ഞ മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ജന്മത്തിന് ഒരുപാട് കർമ്മങ്ങളിൽ നിന്ന് മോക്ഷം കൊടുക്കും. മോക്ഷമല്ല, അദ്ദേഹത്തിന് മോക്ഷത്തിന്റെ ആവശ്യമില്ല, കർമ്മങ്ങൾ തീർക്കാൻ. അതായത് അവതരിക്കുന്നത് ഒരു നിയോഗത്തോടു കൂടിയാണ്. പല കർമ്മങ്ങൾ ചെയ്തു തീർക്കും. ഒരു അവതാരത്തില് ഒരു മെയിൻ കാര്യം കാണും, പിന്നെ കുറെ സബ്സിഡിയറി കാര്യങ്ങൾ കാണും. ഇദ്ദേഹത്തിന്റെ അവതാരത്തില് രാമന്റെ മെയിൻ കാര്യം എന്തായിരുന്നു? രാവണനെ വധിക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ആ നിയോഗം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുതത്വം വരണം. ഗുരുതത്വം വന്ന് ഗുരു കൈ പിടിച്ച് രാമനെ കൊണ്ടുപോകണം. എന്നാലേ രാമന് കൊട്ടാരത്തില് തന്റെ അടച്ചു വെച്ചിരിക്കുന്ന തന്റെ അച്ഛനമ്മമാരാകുന്ന പാഷൻ, നമ്മൾ അറ്റാച്ച്മെന്റ്, അതിനകത്ത് അദ്ദേഹത്തെ അടച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പോ നിയോഗം അനുസരിച്ച്, പ്രകൃതിയുടെ, കാലത്തിന്റെ, ദേവന്മാരുടെയൊക്കെ നിയോഗം അനുസരിച്ച് ആര് വരുന്നു? വിശ്വാമിത്രൻ വരുന്നു. തന്റെ യാഗത്തിന്, സിദ്ധാശ്രമത്തിൽ താമസിക്കുന്ന കൗശികൻ എന്ന് പറഞ്ഞ വിശ്വാമിത്രന് തന്റെ യാഗം, വിശ്വാമിത്രനെ രാജർഷി, ബ്രഹ്മർഷി, അദ്ദേഹത്തിന്റെ യാഗം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിന് പോലും മനുഷ്യാവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു യാഗത്തിലൂടെ ആ ഒരു കൂടിച്ചേരൽ, യോഗം ഉണ്ടാവണം. അപ്പൊ എന്റെ യാഗത്തെ സംരക്ഷിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. അതായത് മനുഷ്യൻ മനനം ചെയ്താൽ മാത്രമേ മനുഷ്യത്വം ഉണ്ടാവുള്ളൂ. അതായത് ഒരു മനുഷ്യൻ എന്നുള്ള പേര് നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? മനീഷ ഉണ്ടായാൽ പോരാ, മനനം ചെയ്യണം. മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധി. അതായത് ബുദ്ധിയുള്ളവര് എല്ലാവരും മനുഷ്യനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവര് മൃഗങ്ങൾക്ക് തുല്യമാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ മനീഷയുള്ളവൻ എന്ത് ചെയ്യും? മനനം ചെയ്യും, ചിന്തിക്കും. ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെയൊക്കെ അർത്ഥം, അതായത് തത്വം, മനുഷ്യത്വം എന്ന്, ആ മനുഷ്യത്വത്തിലോട്ട് നമ്മൾ ഉയരണം. മനുഷ്യത്വം ഉണ്ടാവണമെങ്കിൽ മനനം ചെയ്യണം. അതായത് ഈ ജീവികൾ, ഞാൻ എന്തോ കൂടിയ ആളാണ്, ജീവികളൊക്കെ കുറഞ്ഞാണ്, നമ്മളെ മനുഷ്യതലത്തിൽ തന്നെ കുറെ പണവും മറ്റതും ഒക്കെയാണ് വലുത്, നമ്മൾ ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മനനം ചെയ്തിട്ട് വിവേകമുള്ളവനായിട്ട് തീരണം. അതിനാണ് വിവേകം അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറയണത്. ആ ഒരു എന്താ പറയാ, ആ മനുഷ്യത്വം യഥാർത്ഥത്തിൽ ആത്മീക തലത്തിൽ പറയുകയാണെങ്കിൽ നിത്യ അനിത്യ വിവേകം എന്ന് പറയും. അതായത് എന്താണ് നിത്യമായിട്ടുള്ള സത്യം, എന്താണ് അനിത്യമായിട്ടുള്ളത്, എന്താണ് സത്യമായിട്ടുള്ളത്, എന്താണ് നശിച്ചു പോകുന്നത്. ഇതിനാണ് നമ്മൾ വേദത്തിൽ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് നിത്യ അനിത്യ വിവേകം. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഒരു സാധനാതലത്തിലൂടെ മാത്രമേ ഈ സത്യത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഒരു ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ നമുക്കൊരു സാധന വേണം. അതായത് ഈ ശരീരത്തില് ഈ ശരീരമാണെന്നുള്ള ഭാവത്തെ വിട്ടിട്ട് ശരീരത്തെ ഒരു ഉപാധിയായിട്ട്, ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള വെറും ഒരു ഉപകരണമായിട്ട് വിചാരിച്ചിട്ട് ചെയ്യണം, അല്ലേ? ഭാഗവതത്തിൽ നമ്മൾ എന്താ, ഭാഗവതത്തിലും കൃഷ്ണജനനം നടന്ന് 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഭാഗവതത്തിൽ നമുക്കറിയാം, കൃഷ്ണനെ ജനിച്ചു കഴിഞ്ഞു, ഒരു കുഞ്ഞിനെ തൊട്ടിലിൽ ഇട്ടിരിക്കുന്ന കൃഷ്ണനെ കാണാൻ ആരാണ് എത്തുന്നത്? പൂതന എന്ന് പറയുന്ന ഒരു വ്യക്തി. എത്രയോ ജന്മമായിട്ട് പരമാത്മപദം കൊതിക്കുന്ന ഒരു ജീവാത്മാവാണ് പൂതന. പൂതമായിട്ടുള്ള ശരീരമുള്ളവൾ. അതായത് കൃഷ്ണനെ കാണാനായിട്ട് അങ്ങോട്ട് വരികയാണ്. എന്തിന്? തന്റെ മുലപ്പാൽ കൊടുത്ത് കൃഷ്ണനെ എന്താ പറയാ, തന്റെ ആഗ്രഹത്തെ തീർക്കാനായിട്ട്. അതായത് ശരിക്കും കൃഷ്ണന് പാലൂട്ടുമ്പോ പാല് മതിയോ എന്ന, പാല് കുടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവളുടെ ജീവനെ കൃഷ്ണൻ തന്നിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ, ഇവിടെ രാമൻ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോ നമ്മൾ കാണും താടകയെ വധിക്കുന്നത്. ഒരു ജീവാത്മാവ് ഒരുപാട് ജന്മങ്ങൾ അലഞ്ഞിട്ട് ആ ഒരു ശരീരം മതിയായി, പക്ഷെ ശരീരത്തിലിരിക്കുന്ന എന്താ പറയാ, ഒരുപാട് ഒരു ദുഷ്ടകർമ്മങ്ങളുടെ ഫലമായിട്ട് അവരെന്ത് ചെയ്യും? ബാഹ്യ ശരീരം അവർ ഒരുപാട് ഒരു എന്താ പറയാ, വികൃതമായിട്ടുള്ള രൂപം അവർ സ്വീകരിക്കും. കാണാൻ തന്നെ അറയ്ക്കുന്ന ഒരു രൂപം. പക്ഷെ അവരുടെ ഉള്ളില് ആ ഒരു ജീവാത്മാവിന്റെ ആഗ്രഹം എന്താ? പരമാത്മാവിന്, കൃഷ്ണൻ. ആ ഒരു പൂതനായിട്ട് വന്നെങ്കിലും അവളൊരു നല്ല സുന്ദരിയുടെ വേഷം ധരിച്ചു വന്നെങ്കിൽ ആരെ കാണാനാണ് വന്നത്?
ആ കൃഷ്ണനെ കാണാൻ 15 ദിവസം പ്രായമുള്ള ആ കുഞ്ഞിനെ കാണാനാണ് വന്നത്. ആ നമ്മളെ എല്ലാം ഇങ്ങനെയാണ്. നമ്മുടെ ഉള്ളില് ഇനിയിപ്പോ എത്ര സൗന്ദര്യമുള്ള ഒരു ദേഹത്തിന്റെ ഉള്ളിലും ഈ പറഞ്ഞ അദമ്യമായിട്ടൊരു ജീവാത്മാവിനെ പരമാത്മാവിനെ അറിയാനുള്ള ഒരു മോഹമില്ലെങ്കിൽ ഇത് ചുക്കിച്ചുളിഞ്ഞ് നാളെ വയസ്സായിട്ടത് എന്താ പറയാ ഇല്ലാതാവും. പക്ഷേ ഈ പറഞ്ഞ ഏത് വിരൂപമായിട്ടുള്ള ശരീരത്തിനുള്ളിലും ആ ജീവാത്മാവിന് തന്റെ പരമാത്മാവുമായിട്ട് യോഗം ചെയ്യണം എന്നുള്ള അദമ്യമായ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താവും? ആ സ്പർശനം കൊണ്ട്, കൃഷ്ണന്റെ സ്പർശനം കൊണ്ട് അല്ലെങ്കിൽ രാമന്റെ സ്പർശനം കൊണ്ട് ഏത് വൃത്തികെട്ട രൂപം എന്ത് ചെയ്യും? സ്വരൂപമായിട്ട് ചേരും, സൗന്ദര്യമുള്ളതായിട്ട് ചേരും. കാരണം സൗന്ദര്യമുള്ള വസ്തുവായിട്ടാണ് നമ്മൾ തൊടുന്നത്, സൗന്ദര്യമുള്ള വസ്തുവിന്റെ അടുത്തോട്ടാണ് എത്തിച്ചേരുന്നത്. അപ്പൊ ജീവാത്മാവിന്റെ ലക്ഷ്യം എന്നും ഇനി എത്ര യാത്രകള് എത്ര ഭൂമിയിൽ വന്ന് സഞ്ചരിച്ചാലും അതിന്റെ അദമ്യമായിട്ടുള്ള ഒടുങ്ങാത്ത ആഗ്രഹം എന്താ? തനിക്ക് തന്റെ ധാമത്തിലോട്ട് തിരിച്ചു പോകണം, തനിക്ക് അവിടെ ചെന്നു അതുമായിട്ട് യോഗം ചെയ്യണം എന്നുള്ള ആഗ്രഹം. അതിന് എന്ത് തടസ്സമായിക്കൊള്ളട്ടെ, എത്ര ജന്മങ്ങൾ എത്ര ശരീരമെടുത്ത് തടസ്സമായിക്കൊള്ളട്ടെ, ഒരു ദിവസം ഈ തടസ്സങ്ങളെ എല്ലാം ഭേദിച്ചിട്ട് എങ്ങനെയാ പൂതന നേരിട്ട് കൃഷ്ണൻ ജനിച്ചിടത്തോട്ട് വരിക? ഇല്ലെങ്കിൽ ഏത് ഒരു രാക്ഷസന് ഒരു ധൈര്യം ഉണ്ടാവും? ആ അത്രയ്ക്ക് ഇനി വയ്യ, എനിക്ക് വയ്യ ഭഗവാനെ, ഈ ജന്മം മതിയായി, എനിക്ക് എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് വന്നിട്ട് ആ കൊച്ചു കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടി ആ ജീവനെയാണ് ചേർക്കുന്നത്. അത്ര കരുണയുള്ളതാണ്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, പൂതന മരിച്ചു കിടക്കുമ്പോ കൃഷ്ണൻ ആ ദേഹത്തിരുന്ന് ചിരിക്കുക. കാരണം എന്താ? അവിടെ ആ ഒരു യോഗം വന്നു. നമ്മള് ജീവാത്മ പരമാത്മായിക്കും ആ ജീവന് മുക്തി കൊടുത്ത സന്തോഷമാണ് കൃഷ്ണന്റെ മുഖത്ത്. അതുപോലെ രാമന്റെ ജന്മത്തിനും ഒരുപാട് കാരണങ്ങൾ, നിയോഗങ്ങൾ, ആ നിയോഗങ്ങളെ തീർക്കാനാണ് തന്റെ ഗുരു രൂപത്തിൽ അവിടെ ആര് വന്നത്? വിശ്വാമിത്രൻ വന്നു ചേർന്നത്. അപ്പൊ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിരുന്ന രാമന് അവിടെ എന്താ പറയാ വസിഷ്ഠന്റെ ഇത് പോരാഞ്ഞിട്ട് യോഗവാസിഷ്ഠം ജ്ഞാനവാസിഷ്ഠം ഒക്കെ കേട്ടിട്ടും തന്റെ ആഗ്രഹങ്ങള് മനസ്സിൽ എന്തൊക്കെയോ ഒരു കുറവ് തോന്നി ഇരിക്കുന്ന രാമനെ കാണാൻ വിശ്വാമിത്രൻ വന്നപ്പോ അതീവ സന്തുഷ്ടനായി. ആര്? രാമൻ. തന്റെ നിയോഗം തുടങ്ങാറായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ചെറിയ കുട്ടിയാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് പക്വമായിട്ടുള്ള ഒരു ധർമ്മത്തിലൂന്നിയ ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം കൗശികനെ എന്താ പറയാ ദശരഥ മഹാരാജാവ് സ്വീകരിക്കണം. അവിടെ എന്താ പറയാ കാല് കഴി എല്ലാം പറയുന്നു. കാരണം എന്താണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ പറയാണ് തന്റെ യാഗ സംരക്ഷണത്തിന് കുട്ടികളെ അയക്കണം, രാമനെയും ലക്ഷ്മണനെയും അയക്കണം എന്ന്. എന്താണ് വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് എവരെ വിളിക്കണു എന്ന് പറഞ്ഞാൽ എന്താണ് യാഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാഗം നമ്മൾ പറഞ്ഞു യോഗാവസ്ഥയാണ്, അതായത് കർമ്മരക്ഷ. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു രക്ഷ വേണം. ശരിക്കും നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ ആരാ രക്ഷ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ. അതേസമയം വിശ്വാമിത്രൻ ബാഹ്യമായിട്ടൊരു കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നു. ആ കർമ്മത്തിന് രക്ഷ ചെയ്യാൻ ഭഗവാൻ തന്നെ വന്ന് നിൽക്കുന്നു. കാരണം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ആ തടസ്സങ്ങളെ മാറ്റാൻ പ്രപഞ്ച രൂപത്തിൽ ആ ഒരു മനുഷ്യ രൂപത്തിൽ ഇരിക്കുന്ന രാമൻ തന്നെ വന്ന് അവിടെ നിൽക്കണം. നമുക്കിനി കാണാം അത്. അതായത് കർക്കടകം 1 മുതൽ ദക്ഷിണായന കാലം തുടങ്ങുമ്പോൾ നമ്മുടെ കർമ്മകാന്ഡം തുടങ്ങുകയാണ്. ഈ രാമായണം ഈ കർക്കടകം 1 എന്നൊക്കെ പറയുന്ന ബന്ധം അതാണ്. നമ്മുടെ കർമ്മകാന്ഡം. ഈ യാഗം നടത്തുന്നത് എന്തിനാ? യോഗം ചെയ്യാൻ വേണ്ടിയിട്ട്. വിശ്വാമിത്രൻ യാഗം നടത്തുന്നത് യോഗത്തിന് വേണ്ടി. അപ്പൊ അവിടെ മനുഷ്യനായിട്ടിരിക്കുന്ന രാമൻ വന്ന് കാവല് നിൽക്കണം എന്ന് പറയണം. അപ്പൊ നമുക്കും എന്താ പറയാ, നമ്മൾ ജ്ഞാനകാന്ഡത്തിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ കർമ്മകാന്ഡമാണ് ഈ 4 മാസം. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനയജ്ഞത്തിലോട്ട് നമ്മൾ തുടങ്ങണം. ജ്ഞാനയജ്ഞത്തിൽ എത്താനായിട്ട്, ജ്ഞാനത്തിൽ എത്താൻ വേണ്ടി ഈ ഉള്ള കർമ്മങ്ങൾ നമുക്ക് ജ്ഞാനയജ്ഞത്തിൽ എത്താനുള്ള കർമ്മങ്ങൾ എന്താ? പുരാണ പാരായണം, ജപം, ഹോമം, തപസ്, നിത്യജപങ്ങള് എല്ലാം നമുക്ക് എന്താ ആ ജ്ഞാനത്തിലോട്ട് എത്തിക്കും നമ്മൾ, ഇല്ലേ? ഇപ്പൊ സൂര്യന്റെ 2 അയനങ്ങളാണ് ദേവയാനവും പിതൃയാനവും. അതായത് 4 മാസങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രത്യേക പൂജകൾ ചെയ്ത് യാഗങ്ങൾ ചെയ്ത് നമ്മൾ ഉത്തരായന കാലത്ത് കടക്കണം. അപ്പോഴെന്ത് ചെയ്യണം? ഈ ജ്ഞാനം നമ്മൾ ആർജിച്ചിരിക്കണം. ഏത് ജ്ഞാനം? ശരീരമല്ല നമ്മള്, അന്ധകരണങ്ങളല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവാണ്, പരമാത്മാവിന്റെ തന്നെ ഒരു കണികയാണ്. അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണം എന്താ ആ ഒരു ജ്ഞാനം ഉത്തരായന കാലത്തിലോട്ട്. അപ്പൊ ഭീഷ്മൻ ഈ ഏത് അറിവിലാണ് അദ്ദേഹം ശരീരം ത്യജിച്ചത്? അദ്ദേഹം ഈ പറഞ്ഞ തന്റെ തെറ്റായിട്ടുള്ള മാർഗത്തിൽ ചെയ്തവരുമായിട്ട് സേവിച്ചവർ, അതായത് ഈ പറഞ്ഞ ദുര്യോധനനെ സേവിച്ച് അവിടുന്ന് കഴിച്ച ഭക്ഷണത്തിലുണ്ടായ രക്തം മുഴുവൻ അർജുനന്റെ അമ്പിൽ കടന്ന് മുഴുവനും ചോർന്നു പോയി ശരീരം മാത്രമായിട്ട് മനസ്സിനെ വിഷ്ണു സഹസ്രനാമം ജപിച്ച് വിഷ്ണുവിൽ ലയിപ്പിച്ചതിന് ശേഷം ഉത്തരായന കാലം തുടങ്ങിയപ്പോൾ വിഷ്ണുവിന്റെ മുമ്പിൽ തന്റെ മനസ്സാകുന്ന ഓരോ നാമങ്ങളെയും ചൊല്ലി തന്റെ മനസ്സാകുന്ന പുഷ്പത്തെ കൃഷ്ണന്റെ പാദത്തിൽ അർപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ ഭൗതിക ശരീരം വിട്ടുപോകുന്നത്. നമ്മൾ ഓരോരുത്തരും എന്താ ഈ 4 മാസം ചെയ്യേണ്ടത്, ഈ 6 മാസം അല്ലെങ്കിൽ ചെയ്യേണ്ടത്? ഈ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. അതാ എന്തറിഞ്ഞാലും, ജ്ഞാനം എന്ന് പറഞ്ഞാല്
എന്തറിഞ്ഞാൽ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് ദേഹി മോചനം നേടുന്നു, അത് തന്നെ പരമജ്ഞാനം. അതിന് എന്താ പറയാ, അതിനാണ് നമ്മൾ ഈ ചാതുർമാസ്യ വ്രതം, അതായത് കർമ്മകാണ്ഡത്തെ ആചരിക്കുന്നത്. അപ്പൊ രാമനെ കൊണ്ടുപോകുന്ന വിശ്വാമിത്രൻ യാഗത്തിലേക്ക്, അതായത് ജ്ഞാനത്തിന്, അതായത് യാഗത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന രാക്ഷസന്മാരെ വധിക്കാനാണെന്ന് കണ്ടു. ആരൊക്കെയാണ് അവര്? മാരീചൻ, സുബാഹു, ഈ 2 രാക്ഷസന്മാരാണ് അവരെ വധിച്ചിട്ട് തന്റെ യാഗത്തെ രക്ഷിക്കാനാണ് വിശ്വാമിത്രൻ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അപ്പൊ ദീർഘദൃഷ്ടിയുള്ള ഒരു രാജർഷിയാണ്. ആരാണ് കൊണ്ടുപോകാൻ വന്നത്? ഗുരു മോശക്കാരനാണ്. ഗുരു ആരാണെന്ന് അറിയണ്ടേ? ദീർഘദൃഷ്ടിയുള്ള ഒരു രാജർഷിയാണ് വിശ്വാമിത്രൻ. കാരണം അദ്ദേഹം രാജാവായിരുന്ന ഒരു പൂർവാശ്രമത്തില് അദ്ദേഹം വസിഷ്ഠന്റെ കാമധേനു, നമുക്കറിയാം കഥ, വസിഷ്ഠന്റെ കാമധേനു, അതായത് നന്ദിനി പശുവിന്റെ മഹത്വം കണ്ട് ബ്രഹ്മണ്യമാണ് വലുത് എന്ന് മനസ്സിലാക്കി ക്ഷത്രിയത്വത്തെക്കാൾ അദ്ദേഹം, ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ രാജാവ്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ, അദ്ദേഹം എന്താ രാജാവായിരുന്നു, ക്ഷത്രിയനുമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ പറഞ്ഞ പശുവിനെ ആവശ്യപ്പെട്ടപ്പോൾ വസിഷ്ഠന് ഒരു നല്ല ചങ്കൂറ്റത്തോടെ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തരണം, എന്റെ രാജാവിന്റെ അവകാശം, ധൈര്യം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് ഒരു വിധത്തിലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ബ്രഹ്മജ്ഞാനത്തിനപ്പുറം ഒന്നുമില്ല എന്ന്. അപ്പൊ എന്ത് ചെയ്തു? എനിക്ക് ഈ രാജപദവി വേണ്ട, ഈ ക്ഷത്രിയത്വം വേണ്ട, എനിക്ക് എന്ത് ചെയ്യണം? ബ്രഹ്മജ്ഞാനം വേണം, ഒരു ബ്രഹ്മ തേജസ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് തന്റെ രാജ്യവും സുഖഭോഗങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്ത്, തപസ് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം തപസ് ചെയ്തിട്ട് പല നേട്ടങ്ങള് കണ്ടെത്തി. അതിൽ ഏറ്റവും വലിയ നേട്ടം ഇന്ന് ലോകത്തിന് കൊടുത്ത ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രത്തിന്റെ ഋഷി ആരാണ്? ആ മന്ത്ര ദ്രഷ്ടാവായിട്ട് ആലോചിച്ച് നോക്കുക. എത്ര ഉഗ്രമായിട്ടുള്ള ഒരു തപസ്സാണ് ആ സൂര്യനെ ഉപാസിച്ച് അദ്ദേഹം ചെയ്തത്. ആ സൂര്യമന്ത്രം അദ്ദേഹത്തെ ബുദ്ധിയെ എങ്ങനെ പ്രചോദിപ്പിച്ചു, അദ്ദേഹത്തിന് എങ്ങനെ ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ പറ്റിയ ആ കഴിവുകൾ, തന്നിൽ ഉറങ്ങിക്കിടന്ന ആ സകല കഴിവുകളും അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹം എന്ത് ചെയ്തു? രാജർഷി പോരാ, രാജാവിന് ഋഷിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മർഷി പദം, അതായത് എനിക്ക് ആ ബ്രഹ്മത്തെ അറിഞ്ഞ്, എനിക്ക് എല്ലാരെയും പോലെ തന്നെ എനിക്ക് രാജാവിന്റെ പദവി, പൂർവാശ്രമം എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അദ്ദേഹം ബ്രഹ്മർഷി പദത്തെ കിട്ടി അദ്ദേഹത്തിന്. അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹം നേടിയെന്ന് ചോദിച്ചാൽ തന്റെ പ്രചോദിതമായ ബുദ്ധി. അതായത് ഈ ഗായത്രി മന്ത്രത്തിലൂടെ സവിതാവിനെ, തന്റെ സൂര്യമണ്ഡലത്തിൽ മാത്രമല്ല, സൂര്യമണ്ഡലത്തിൽ ഉള്ള ഒരു സൂര്യനെയാണ് നമ്മൾ ജപിക്കണമെങ്കിൽ രാവിലെ ഉദിക്കും വൈകിട്ട് അസ്തമിക്കും. അല്ല, തന്റെ ആത്മസൂര്യനെ, തന്റെ ആത്മജ്യോതിയെ, തന്റെ ഉള്ളിലിരിക്കുന്ന ആ മഹാപ്രകാശം, അതായത് ഈ സൂര്യമണ്ഡലങ്ങളെ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെയും അനേക കോടി സൂര്യന്മാരെയും നിർമ്മിച്ചിരിക്കുന്ന ഈ സൂര്യമണ്ഡലങ്ങളെ എല്ലാം പ്രകാശിപ്പിക്കുന്ന ഒരു നിത്യ ജ്യോതിസുണ്ട്. ചിന്താമണി ഗൃഹത്തിനകത്തിരിക്കുന്ന മഹാശക്തിയായിട്ടിരിക്കുന്ന ലളിതാ പരമേശ്വരി എന്ന് പറയുന്ന ഒരു മഹാചൈതന്യം, നശിക്കാത്ത, അവിടെ ഇരുട്ടില്ല, യാതൊരു വിധത്തിലുള്ള അഴുക്കുകളുമില്ല. അതാണ് ഈ ലോകത്തെ പ്രകാശിക്കുന്നത്. അത് എവിടെ പ്രകാശിക്കണു? ഒരു മനുഷ്യന്റെ ഉള്ളില് സൂര്യമണ്ഡലത്തിൽ പ്രകാശിക്കണു. നമ്മുടെ ഹൃദയ ഗുഹയില്, നമ്മുടെ ഹൃദയത്തിലാണ് ആ ശക്തി പ്രകാശിക്കുന്നത്. അതിന് തിരിച്ചറിഞ്ഞ് ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന മന്ത്രം, അതാണ് ശ്രീവിദ്യാ മന്ത്രത്തിന്റെ 4ാമത്തെ പദമാണ്. ശ്രീവിദ്യാ മന്ത്രം 4ാമത്തെ പദമാണെന്ന്. കാരണം ഓം ഭൂർ ഭുവസ്വ എന്ന് പറയുന്ന 24 അക്ഷരങ്ങളെ കടന്ന് അത് നമ്മുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയാണെങ്കിൽ അതിന് അതിക്രമിച്ച് നിൽക്കുന്ന, നമ്മുടെ ശരീരത്തില്, ശരീരബോധത്തില് അതിക്രമിച്ച് നിൽക്കുന്ന, എന്ത് ശരീരം വിട്ടുപോകുന്നോ മരിക്കുമ്പോൾ ആ ശക്തിയെ അറിയാനുള്ള പ്രചോദിതമായ ബുദ്ധിയെ കൊടുക്കുന്ന ഗായത്രി മന്ത്രം. അപ്പൊ ഇദ്ദേഹം എന്തായി? ആ ഒരു ഗായത്രി മന്ത്രത്തിന്റെ, അതായത് ഗായത്രി ദേവത, പഞ്ചമുഖമാണ് ഗായത്രിക്ക്. ഗായത്രി മന്ത്രത്തെ എന്താ പറയാ, അദ്ദേഹം മന്ത്രദ്രഷ്ടാവായി, ഋഷിയായി. എത്ര ജന്മമെടുത്താലും ഒരു മനുഷ്യന് ഒരു മന്ത്രത്തിന്റെ ദ്രഷ്ടാവാൻ പറ്റും. ദ്രഷ്ടാവെന്ന് പറഞ്ഞാൽ നമ്മൾ പരാപശ്യന്തി മധ്യമാ തലത്തില് പശ്യന്തി തലം, മന്ത്രത്തെ കാണുകയാണ്, ആ മന്ത്രദേവതയെ കാണുകയാണ് വിശ്വാമിത്രൻ. അപ്പൊ അദ്ദേഹം അത് കണ്ടപ്പോ എന്തായി? ആ കൗശികൻ എന്ന് പറഞ്ഞ ആള് വിശ്വത്തിന്റെ മിത്രമായിട്ട് തീർന്നു. ആ വിശ്വാമിത്രനായി, അതായത് ആ പറഞ്ഞ ലോകത്തിലുള്ള പുല്ലും പുഴുവും എല്ലാം തന്നെ എങ്ങനെയാണോ ആ ഭഗവാൻ അർജുനന് തന്റെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്ത് ആ ഒരു വിശ്വബോധം, അർജുനൻ പറഞ്ഞു കാണണ്ട ഭഗവാനെ, എനിക്ക് പഴയ രൂപം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അർജുനന് പിന്നെയും ദുഃഖം വന്നത്. വിശ്വാമിത്രനോ ആ വിശ്വത്തെ കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാത്തിന്റെയും മിത്രമായിട്ട് ചേർന്നു, വിശ്വാമിത്രനായിട്ട് തീർന്നു. ലോകം തന്നെ അദ്ദേഹം ലോക ഗുരുവായിട്ട് അദ്ദേഹം ഉയർന്നു. അതാണ് ഗായത്രി മന്ത്രം. ഇന്നും അന്നും എന്നും ഈ പറഞ്ഞ പോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ബ്രാഹ്മണനായിട്ട് തീരാൻ, ബ്രാഹ്മണ്യത്വം കൊടുക്കുന്നത് ബ്രഹ്മത്തിനെ അറിയാൻ നമ്മൾ ഏത് ജാതിക്കും കൊടുക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഉയർന്ന തലം, അതായത് ബുദ്ധിയെ പ്രചോദിപ്പിക്കൂ. പ്രചോദിതമായ ബുദ്ധിക്ക് മാത്രമേ ഈ പറഞ്ഞ ശരീരത്തിലിരിക്കുന്ന ആ ബോധത്തെ അറിയാൻ പറ്റുള്ളൂ. അതാണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം. അപ്പൊ എന്താ, ഇദ്ദേഹം വന്ന് ഈ പറഞ്ഞ സൂര്യവംശത്തില് ജനിച്ചിരിക്കുന്ന ഈ രാമനെ തന്നെ കാണാൻ അദ്ദേഹം വരികയാണ്. കാരണം
ഈ പറഞ്ഞ സൂര്യനെ ഉപാസിച്ച ആളാണ് വിശ്വാമിത്രൻ, സൂര്യമണ്ഡലത്തെ അറിഞ്ഞ ആളാണ് അദ്ദേഹം. ഈ പറഞ്ഞ സൂര്യവംശത്തിലെ രാമചന്ദ്രനെ വിളിക്കുകയാണ് എന്തിന്? തന്റെ യാഗത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ആ പ്രൗഢി, അതായത് മുൻഗാമികൾ ആരാണ്? ഈ പറഞ്ഞ സൂര്യവംശം എന്ന് നമുക്കറിയാം. സൂര്യവംശം എന്ന് പറഞ്ഞാൽ കൊടി കുത്തിമാന് സൂര്യന്റെ പ്രഭ, അവരുടെ കൊടിക്കൂറയിൽ സൂര്യനാണ് നിൽക്കുന്നത്, സൂര്യന്റെ കൊടിയടയാളമാണ്. അപ്പോ ആരാണ് ഈ സൂര്യവംശജൻ എന്ന് ചോദിച്ചാൽ ദിലീപൻ, ഭഗീരഥൻ തുടങ്ങി എല്ലാവരും, എല്ലാം പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാരുടെ ഒരു നിര തന്നെ കാണാം സൂര്യവംശത്തിൽ. രാമനൊക്കെ അവസാനമാണ്, ദശരഥൻ, രാമനൊക്കെ പിന്നെ വരുന്നവര്. എന്നാൽ അവരുടെ പൂർവികരോ ആ കുലത്തിന്റെ പ്രൗഢിയെ എടുത്തു കാണിക്കണവരാണ് അവരെല്ലാം. വിശ്വാമിത്രൻ രാമന് പറഞ്ഞു കൊടുക്കണ, രാമ ഈ വിശ്വാമിത്രന്റെ കൂടെ യാഗത്തിന് പോകുമ്പോൾ രാമൻ ഈ കഥകളെല്ലാം വിശ്വാമിത്രൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് രാമന്. അതായത് രാമ നീ കേൾക്കണം, ഗംഗയുടെ കഥ കേൾക്കണം, ഗംഗയെ നീ അറിയണം, അതായത് സകരനെ അറിയണം, നിന്റെ പൂർവിക കുലത്തെ കുറിച്ച് നീ അറിയണം. എന്തിനാ നമ്മൾ കുലത്തെ കുറിച്ച് അറിയുന്നത്? ഇന്ന് നമ്മൾ ഞാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് നമ്മൾ പരിണമിക്കാൻ കാരണം ഒരു കുലമാണ്, കുലമാർഗം എന്ന് പറയും. നമ്മൾ എന്തിലൊക്കെയോ കൂടി ഇപ്പൊ ബാഹ്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ശരീരം വന്നു, അച്ഛൻ, അമ്മ, DNA എന്നൊക്കെ നമുക്ക് പറയാം, ഇല്ലേ? 7 തലമുറ അവരിലൂടെ വന്ന് ഒരു എന്തൊക്കെയോ പരിണമിച്ച് കർമ്മങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്താണ് ശരിക്കും ആ ഒരു കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുമ്ന നാഡി തന്നെയാണ് കുലപഥം. അതായത് ഏത് ജന്മത്തിലാണോ നമ്മുടെ ആ ഒരു ജീവാത്മാവ് ശരീരത്തിനുള്ളിലാണെന്നും അത് ഇതിനകത്തൊരു വേറെ ഒരു ചൈതന്യം ഉണ്ടെന്നും അതിൽ ലയിപ്പിക്കാൻ പറ്റും, അങ്ങനെ ഒരു കുലമാർഗമുണ്ട്, ഒരു രാജവീതി ഉണ്ടെന്നും അറിയുമ്പോൾ നമ്മൾ ശരിക്കും നല്ല ഉയർന്ന സൂര്യകുലജാതനായാലും ശരി, ചന്ദ്രകുലജാതനായാലും, സൂര്യനാടിയായാലും ശരി, ചന്ദ്രനാടിയായാലും ശരി, ഇത് രണ്ടിനെയും അറിഞ്ഞ ഒരു വ്യക്തി, അവൻ എന്താ, അവന്റെ കുലമഹിമ, ആ ഒരു കുലമഹിമ എന്ന് പറയുന്നത് ഇത് അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോ പറഞ്ഞു കൊടുക്കുന്നു, രാമന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ അറിയണം, അതായത് ഗംഗയെ കുറിച്ച് നീ അറിയണം, ഗംഗയെ ആവാഹിച്ചത് അറിയണം, ഈ സഗര മഹാരാജാവിന്റെ 60,000 മക്കൾ ദഹിച്ച് ഭസ്മമായത് അറിയണം, പാതാളത്തിൽ കടന്നത് അറിയണം, കപിലാശ്രമത്തിലെ കപിലന്റെ ദൃഷ്ടി ഏറ്റിട്ടാണ് അവർ ഭസ്മമായത്, അവരെ രക്ഷിക്കാൻ വേണ്ടി ആകാശഗംഗയെ കൊണ്ടുവന്നത് അറിയണം, ഇക്ഷ്വാകു വംശത്തില്, അതായത് സൂര്യവംശത്തിൽപ്പെട്ടവരുടെ വൈഭവമാണ് നീ, അതിന്റെ ഒരു എന്താ പറയാ പ്രകടഭാവമാണ് ഈ രാമൻ. അപ്പോ സൂര്യവംശജനായ രാമനും സൂര്യമന്ത്രത്തിന്റെ ഋഷിയായ വിശ്വാമിത്രനും കണ്ടുമുട്ടിയത് യാദൃശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. അത് നേരത്തെ നമ്മൾ എപ്പോഴും ആലോചിച്ചോളും, എല്ലാത്തിനും ഒരു നിയതിയുണ്ട്, ഒരു ഡെസ്റ്റിനി ഉണ്ട്, അതനുസരിച്ച് കാര്യകാരണങ്ങൾ നടക്കും. രാമായണം മുഴുവനും നമ്മൾ താത്വിക ഭാവത്തിൽ ചിന്തിച്ച എന്തൊക്കെയോ കാരണങ്ങൾക്ക് വേണ്ടി രാമൻ പൂജാതനായി ഭൂമിയിൽ വന്ന് ആ കാരണങ്ങൾ നിറവേറ്റി. അതിന് എന്ത് തടസ്സം വന്ന് നമ്മൾ മന്ധരെ കുറ്റം പറഞ്ഞാലും കൈകയെ കുറ്റം പറഞ്ഞാലും അതെല്ലാം തുടച്ചു മാറ്റി, അതെല്ലാം അതിനെ തട്ടി എറിഞ്ഞിട്ട് നമ്മൾ സാധാരണഗതി മനുഷ്യന്റെ തലത്തിൽ നിന്ന് കൈകേയി അങ്ങനെ പറഞ്ഞു, മന്ധര ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ അത്രേ ഉള്ളൂ. പക്ഷെ രാമൻ അറിയാം ഇതിനെയൊക്കെ തടുത്ത് മാറ്റി, എല്ലാം ആ വന്ന എല്ലാ വിഷമങ്ങളെയും മാറ്റി എന്തും ത്യജിക്കാനായിട്ടുള്ള ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്റെ നിയോഗത്തെ മറക്കാതെ, ഈ പറഞ്ഞ ആ വൈകുണ്ഠത്തിൽ നിന്ന് താൻ രാമനായിട്ട് അവതരിച്ചതിന്റെ ആ ഒരു ലക്ഷ്യത്തെ മറക്കാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഓരോ കർമ്മങ്ങളും അദ്ദേഹം ചെയ്യുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കൂ, ഈ കാര്യകാരണങ്ങൾ പൂർവ്വനിശ്ചയമാണെന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ നമുക്ക് ആദ്യത്തേത്, അതായത് വിശ്വാമിത്രൻ വന്നിട്ട് അദ്ദേഹത്തെ ഇനിയുള്ള കർമ്മങ്ങൾ മുഴുവൻ വിശ്വാമിത്രനിലൂടെയാണ് നടക്കുന്നത്. വസിഷ്ഠൻ ഇവിടെ ഇരിക്കുകയാണ്, എവിടെ? കൊട്ടാരത്തിൽ. ഇനി തിരിച്ചു വരുമ്പോൾ മാത്രമേ സീതയെ വിവാഹം പരിണയം ചെയ്ത് വളരെ കുറച്ച് സമയം കുലഗുരുവുമായിട്ട് അദ്ദേഹം ഇരിക്കുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ ആരുമായിട്ട് പോയി? വിശ്വത്തെ അറിഞ്ഞവനുമായിട്ട്, ആ വിശ്വത്തെ ജയിച്ചവനുമായിട്ട്, ആ ആളായിട്ട് പോയപ്പോ അദ്ദേഹം രാമൻ ആരായിട്ട് തീർന്നു? വിശ്വസ്നേഹിയാണില്ലെങ്കിൽ തന്നെയും. പക്ഷെ ഈ പറഞ്ഞ വിശ്വാമിത്രന്റെ കൂടെയുള്ള സംഗമം അദ്ദേഹത്തെ കൂടുതൽ അറിവിലേക്ക്, അദ്ദേഹത്തിന് ഒരു പൂർണ്ണത തന്റെ ആ ഒരു തന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നേടാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് വിശ്വാമിത്രനോട് അവസാനത്ത് നമ്മൾ. അപ്പോ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അപ്പൊ ചോദിക്കുന്നു, കുഞ്ഞെ നിനക്ക് അദ്ദേഹം വസിഷ്ഠൻ എല്ലാം പറഞ്ഞു തന്നില്ലേ? ജ്ഞാനവാസിഷ്ഠൻ നീ കേട്ടില്ലേ? അതായത് യോഗവാസിഷ്ഠം, അതായത് യോഗം എന്ന് പറഞ്ഞാൽ യോഗം ചെയ്യാൻ വസിഷ്ഠൻ ഉപദേശിച്ചു കൊടുത്ത ഗീതയാണ് നമ്മൾ യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഒരുപാട് കർമ്മങ്ങൾ പറയുന്നുണ്ട്, ബാഹ്യ കർമ്മങ്ങള്, ആന്തരിക കർമ്മങ്ങള്, പൂജകള് എല്ലാം പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ ഇതാണ്, അറ്റതാണ്, മറിച്ചാണ്, ഇതാണ് രാമ ഇങ്ങനെ, അത് ചെയ്താൽ ഇത് കിട്ടും, എല്ലാം വസിഷ്ഠൻ പറഞ്ഞു. പക്ഷേ അവിടെയും രാമൻ ഒരു നിറവ് കിട്ടിയില്ല. കാരണം അദ്ദേഹം ആരെ കാത്തിരുന്നു? വിശ്വാമിത്രനെ കാത്തിരുന്നു, വിശ്വത്തിന്റെ മിത്രത്തിനെ കാത്തിരുന്നു. അങ്ങനെയാണ് എന്താ ആ ഒരു രാമന്റെ മുഖത്തെ ഗ്ലാനി കണ്ടപ്പോ തന്നെ വിശ്വാമിത്രന് മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ ഒരു ദുഃഖമുണ്ട്. ആ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് രാമന്റെ മുഖം എന്താ വളരെ തെളിഞ്ഞു, സന്തോഷമായിട്ട് താൻ എവിടെയൊക്കെയോ പോകാൻ പോകണമെന്നുള്ള ഒരു ഊർജം അദ്ദേഹത്തിന് കിട്ടി. അപ്പോ ലക്ഷ്മണനോടുകൂടി ദശരഥൻ അനുവദിച്ചപ്പോ വസിഷ്ഠൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹം
ദശരഥനോട് പറയാണ്, ഉന്നതമായിട്ട് നമ്മള് വിശ്വാമിത്രൻ ഒരു ഗുരു വന്ന് വിളിക്കുമ്പോൾ തടസ്സം പറയരുത് ഭഗവാനെ. ദശരഥന്റെ അടുത്ത് പറയാം, അങ്ങ് രാജാവാണ്, അങ്ങക്ക് പുത്രൻ എന്നുള്ള വാത്സല്യമല്ല അവിടെ. വിശ്വാമിത്രനെ പോലെ ഒരാള് വന്ന് വിളിക്കുമ്പോ, ഒരു ഗുരു വന്ന് നേരിട്ട് ആ ശിഷ്യനെ കൊണ്ടുപോകാൻ പറയുമ്പോ അങ്ങ് അവിടെ തടസ്സം പറയരുത്. രാമൻ വിശ്വത്തെ ജയിക്കണം. അദ്ദേഹം ഇതിലും വലിയ ആളായിട്ടായിരിക്കും നമ്മുടെ കൊട്ടാരത്തിൽ തിരിച്ചു വരുന്നത്. അങ്ങ് തടസ്സം പറയാതെ എന്താ പറയാ, സന്തോഷത്തോടെ യാത്രയാക്കും. ഒരു ഗുരുവിനെ, ഒരു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയ സന്തോഷം എന്താ? ഇന്ന് ശങ്കരാചാര്യർ ഇന്ന് വലിയ ലോക ഗുരുവായിട്ട് തീർന്നെങ്കിൽ ആ അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് എന്താ ആ ഒരു തലത്തിലോട്ട്, സന്യാസി ജീവിതത്തിലോട്ട് അമ്മയ്ക്ക് ദുഃഖമായിരുന്നു. പക്ഷെ ആ മുതല കാലി പിടിക്കും, നിമിത്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തോട് പൊക്കോളം പറയണം. അതാണ് ഒരു അമ്മയ്ക്കും അച്ഛനും ഏറ്റവും ഉയർന്ന തലം. തന്റെ പുത്രൻ ആ യോഗം ചെയ്യാൻ വേണ്ടി, ആ ലോകരക്ഷയ്ക്ക് വേണ്ടി ആ ഒരു തലത്തിലേക്ക് ഉയർന്ന് തന്റെ കൂടെ ഉള്ളവരെയും രക്ഷിക്കാൻ പോകുന്നു എന്നുള്ള ആ തത്വം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന ഒരു തലം. ദശരഥന് അത് മനസ്സിലായി. ദുഃഖങ്ങൾ, ശരീരബോധത്തിൽ നിന്ന ദശരഥൻ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച ആളായിരുന്നു. പിന്നെ എന്ത് കിട്ടി? പക്ഷെ രാമൻ വന്നപ്പോ അത് ഒരു അറ്റാച്ച്മെന്റ് വന്നു. അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു? അത് വിശ്വാമിത്രന്റെ കൂടെ അയച്ചപ്പോ അങ്ങനെ ഓരോന്ന് തന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ 2 മന്ത്രങ്ങൾ കൊടുക്കുകയാണ്. ബല, അതിബല. ഇതെന്താണ് ബല, അതിബല? ഞാൻ ഇതിൽ പ്രധാന കാര്യങ്ങൾ മാത്രമേ എടുക്കണുള്ളൂ. കഥകൾ നമുക്കറിയാം. ഈ ബല, അതിബല എന്ന് പറഞ്ഞാൽ സാധകൻ തന്റെ യോഗ സാധനയില്, അതായത് യാഗത്തിലോ യോഗത്തിലോ ഒക്കെ ഇരിക്കുമ്പോ എന്താ, നമുക്ക് വിശപ്പും ദാഹവും ഉണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ശരീരധർമ്മങ്ങളാണത്. വിശക്കും, ദാഹിക്കും, കുടിക്കണം, അത് കഴിഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്യണം, അതിന് എണീറ്റ് പോകണം. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് 5-6 മണിക്കൂറൊക്കെ മന്ത്രസാധനയിൽ അവരിയ്ക്കും. അപ്പൊ അവർക്ക് ഈ ശാരീരിക ധർമ്മങ്ങൾ ബുദ്ധിമുട്ട്. അവർ പെട്ടെന്ന് ആ യോഗം ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ അതിൽ നിന്ന് താഴോട്ട് വരും. പിന്നെയും അത്രയും സമയം എടുക്കും അതിലോട്ട് പോകാൻ. പക്ഷെ അതുകൊണ്ട് അത് വരാതിരിക്കാൻ, യോഗ സാധനയിൽ അലട്ടാതിരിക്കാനുള്ള മന്ത്രമാണിത്. അതായത് ഭാരതീയ ശാസ്ത്രത്തില് മാത്രമേ ഉള്ളൂ ഇത്. 5-6 മണിക്കൂർ യോഗം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഈ ബല, അതിബല എന്നുള്ള മന്ത്രം, ശരിക്കും ബല, അതിബല എന്താണ്? ഗായത്രി മന്ത്രത്തിന്റെ സമ്പുടിത ഭാവമാണ്. ബല, അതിബല ദേവിയുടെ തന്നെയാണ്. ദേവിയുടെ ഗായത്രി മന്ത്രത്തിന്റെ 2 സൈഡിലും കുറച്ച് എന്താ പറയാ, ബീജങ്ങൾ വരും. അതിനെയാണ് നമ്മൾ ബല, അതിബല എന്ന് പറയുന്നത്. അത് രണ്ട് ദേവിമാരാണ്. ബല എന്ന് പറയുന്ന ദേവിയും അതിബല എന്ന് പറയുന്ന ദേവിയും. വിശപ്പ്, ദാഹം ഇവൻ വരാതിരിക്കാൻ. ആയുർവേദത്തിൽ ഇതിനെ എന്താ പറയണത്? ശരിക്കും ആയുർവേദത്തിൽ ബല, അതിബല പറയണത് കുറുന്തോട്ടി, ആനക്കുറുന്തോട്ടി എന്നൊക്കെ പറയും. ഒരു പച്ചില മരുന്നാണിത്. ഇതിന്റെ ബലം എന്തെന്ന് വെച്ചാൽ ഇത് ക്ഷീരബല. ഇത് പാലിലിട്ട് കാച്ചി എന്ത് ചെയ്യും? ഈ ഒരുപാട് കുറുന്തോട്ടി എടുത്ത് പാലിലിട്ട് കാച്ചി അത് എന്താ ബല, അതിന് ഒരു എന്താ തലയെ കൂടെ മൂക്കി കൂടെയൊക്കെ എന്താ ഒഴിക്കുമ്പോഴൊക്കെ എന്താ അതിന് ഭ്രാന്ത് വരെ മാറാൻ, അതായത് ഉന്മാദം എന്ന് പറയുന്നത്, ചന്ദ്രമണ്ഡലത്തിൽ ആ മരുന്ന് ചെല്ലുകയും ഉന്മാദം, ഭ്രാന്ത് വരെ അത് മാറുന്നു പറയാറുണ്ട് ആയുർവേദം. മാത്രമല്ല ഈ പറഞ്ഞ കുറുന്തോട്ടി ചാറ് ഗർഭിണികൾക്ക് കൊടുക്കുമ്പോൾ സുഖപ്രസവം ഉണ്ടാവും. എന്താ? ഗർഭപാത്രത്തിൽ ഒരുപാട് അഴുക്കുകൾ അടിഞ്ഞു കിടപ്പുണ്ട്. അതിനെല്ലാം ദൂരീകരിക്കും. അത്ര ശക്തിയുള്ളതാണ് ഈ പറഞ്ഞ ബല, അതിബല എന്ന് പറയുന്നത്. ഈ ചെടികളായിട്ട് വരുമ്പോ പോലും, അതായത് ചന്ദ്രമണ്ഡലം, നമുക്കറിയാം ഔഷധികളെല്ലാം ചന്ദ്രമണ്ഡലത്തിന്റെ സംഭാവനകളാണ്. ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് വളരെ വളരെ പ്രബലമാണ്. അത് ഔഷധികൾ, ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വരുന്ന ചില രശ്മികൾ ഏറ്റാണ് നമുക്ക് ഔഷധങ്ങൾക്ക് വീര്യം ഉണ്ടാകുന്നത്. ആ ഔഷധികൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും സൂര്യമണ്ഡലവും ചന്ദ്രമണ്ഡലവും അഗ്നിമണ്ഡലവും ഉണ്ട്. ഈ ഔഷധികൾ കഴിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ പറയാ, മാറ്റങ്ങൾ ഉണ്ടാവും, ഇല്ലേ? അതുകൊണ്ടാണ് ടൈഡ്സ് വരുമ്പോൾ മൂഡ് സ്വിങ് ഉണ്ടാവണമെന്ന് പറയുന്നത്. എന്താ, സമുദ്രത്തിൽ വരണ വേലിയിറക്കം നമ്മളെ ബാധിക്കുന്നത്. അവിടുത്തെ ആ ഒരു, അതായത് ഭൂമിക്ക് ആകർഷണ ശക്തി, അത് നമ്മുടെ മനുഷ്യ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ, ആ ഒരു മനസ്സിന്റെ തലത്തിൽ മാറ്റം വരുന്നു. അതുപോലെ ഈ പറഞ്ഞ എന്താ ബല, അതിബല എന്ന് പറയുന്നത് ഒരു ആയുർവേദ ചെടിയായിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെ, ഗർഭം എന്താണ്? ഒരു കുഞ്ഞിന് ഒരു പ്രപഞ്ചത്തിലോട്ട് വരാനുള്ള ഒരു എന്താ പറയാ, ഒരു മൂശ എന്നൊക്കെ പറയാം. അതിനകത്തിട്ടാണ് അത് ആ കുഞ്ഞിനെ റെഡിയായി പുറത്തു കൊണ്ടുവരേണ്ടത്, ഇല്ലേ? അതിനകത്ത് എന്തെല്ലാം വേണം? ഭക്ഷണം കൊടുക്കണം ആ കുഞ്ഞിന്. 7-ാം മാസത്തിൽ തന്നെ ഇത് പ്രവേശിക്കുമ്പോൾ അതിന്റെ അന്ധകരണങ്ങൾ വളരണം. അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ശിശു ആവണമെങ്കിൽ അതിന്റെ എന്താ പറയാ, കരചരണാദികൾ മാത്രമല്ല, അന്ധകരണങ്ങൾ, ഒരു മന്ദബുദ്ധിയായിട്ട് ആ കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ നമുക്ക്? അവരുടെ ബുദ്ധി പ്രചോദിക്കണം. അതായത് അതിനകത്തിരിക്കുന്ന അന്ധകരണ ചതുഷ്ടയങ്ങള് എന്താ പറയാ, പ്രകാശിക്കണം. അതുപോലെ ശരീരത്തിന് അംഗവൈകല്യം ഇല്ലാതിരിക്കണം. ഇതിനൊക്കെ ഗർഭപാത്രത്തിൽ എന്താ അഴുക്കുണ്ടാവണമെന്ന് പറയുന്നത്? ഗർഭപാത്രത്തിൽ അഴുക്കെന്ന് പറയുമ്പോൾ
അമ്മയുടെ കർമ്മങ്ങൾ, അമ്മയുടെ കർമ്മങ്ങളാണ് ഗർഭപാത്രത്തിലെ അഴുക്ക്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ചിലർക്ക് അബോർഷൻ ഉണ്ടാവും, ചിലർക്ക് ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ താങ്ങാൻ പറ്റില്ല. ഒരു ജന്മം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. 9 ആവരണങ്ങളിലൂടെ 9 തലങ്ങളിലൂടെ ഒരു കൊച്ച് കടുകുമണി പോലെയുള്ള രണ്ട് എന്താ പറയാ ഒരു ജീവൻ ഉണ്ടാകുന്നത് ഒരു അണ്ടവും ഒരു ബീജവും തമ്മിൽ സംയോജിക്കുമ്പോൾ അതിന് 9 ആവരണങ്ങൾ, 9 തലങ്ങൾ കടന്നു പോകണം. എന്നാൽ മാത്രമേ അതിന് ഭൂമിയിൽ വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ ചിലര് ഈ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതായി പോകും. അപ്പൊ ഗർഭപാത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർക്കിടെക്റ്റിന്റെ കരവിരുതാണ് അതിനകത്ത് നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നടക്കുന്നത്? ഈ കോശങ്ങൾ എത്രയും ഉണ്ടാക്കണം, നാഡീഞരമ്പുകൾ ഉണ്ടാക്കണം, ഹൃദയം പ്രതിഷ്ഠിക്കണം, കിഡ്നി വേണം, അതെല്ലാം കറക്റ്റ് സ്ഥാനത്ത് വേണം. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും വരരുത്. നമ്മളെ അമ്മ ഒരു ചറുക്കി ഒരു എവിടെയെങ്കിലും വീണ പോലും ഗർഭത്തിന് അതിന്റെ ആവരണങ്ങൾ അതിനെ സംരക്ഷിക്കണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അംബിലിക്കൽ കോഡിലൂടെ കിട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രപഞ്ചം, ഒരു മുഴുവൻ പ്രപഞ്ചം ഒരു കുഞ്ഞിന്റെ രൂപത്തില് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളണമെങ്കിൽ നിസ്സാര കാര്യമാണ്. അതിനകത്ത് കിടക്കുന്ന അഴുക്കുകള് അമ്മ കൊണ്ടുവന്നിട്ടുള്ള എത്രയോ ജന്മങ്ങളിൽ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കാണും, കുഞ്ഞുങ്ങളെ കൊന്നു കാണും, പല പല ആളുകളെ ദ്രോഹിച്ചു കാണും, പല എന്താ പറയാ വേണ്ടാത്ത വസ്തുക്കൾ ഉള്ളിൽ കഴിച്ചു കാണും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ശരീരത്തില് അഴുക്കുകളായിട്ട് രൂപാന്തരപ്പെടും. അഴുക്കിന് നമ്മൾ എന്ത് ചെയ്യണം? അഴുക്ക് കിടന്നാൽ ഏത് പാത്രത്തിൽ ഒരു അഴുക്കുള്ള പാത്രത്തിലിട്ടാല് ആ അഴുക്ക് അത് ഇടുന്ന സാധനം കൂടി ചീത്തയായിപ്പോ. നല്ല നല്ല വൃത്തിയുള്ള ഒരു സാധനം കൊണ്ടുവന്ന് ഒരു അഴുക്ക് പാത്രത്തിൽ ഇട്ട് നോക്കും, ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലും അഴുക്ക് പിടിച്ചിരിക്കും. ബിക്കോസ് ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ഒരു കുഞ്ഞെന്ന് പറയുന്ന ഒരു ശുദ്ധ ജന്മം, ഒരു ശുദ്ധമായിട്ട് പവിത്രമായിട്ടിരിക്കുന്ന ആ കുഞ്ഞ് പവിത്രമായിട്ടിരിക്കുന്ന ഒരു ഗർഭപാത്രത്തിനകത്ത് ജനിച്ചെങ്കിൽ മാത്രമേ അമ്മയുടെ അന്ധകരണങ്ങൾ നല്ലതായിരിക്കണം, ശുദ്ധമായിരിക്കണം, ധാർമ്മികമായിട്ടുള്ള വിവാഹമായിരിക്കണം, തന്റെ ഭർത്താവിന്റെ സ്നേഹം വേണം, ശിവശക്തി ഐക്യ രൂപമായിട്ടിരിക്കുന്ന ഒരു ധാർമ്മിക ചിന്തകൾ വേണം, ആ കുലപഥത്തിലായിരിക്കണം നമ്മുടെ മനസ്സ്. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഉള്ളിലിരിക്കുന്ന ഗർഭപാത്രം ശുദ്ധമാണ്. വിവാഹത്തിന് മുമ്പേ 10 കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് മനസ്സ് അങ്ങേ അറ്റം നശിപ്പിച്ച് ജാരന്റെ കയ്യിൽ ജാരസന്തതിയൊക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങള് മനസ്സ് അശുദ്ധമാവുമ്പോ എന്ത് ചെയ്യും? ഗർഭപാത്രത്തിനുള്ളിൽ ഈ കുഞ്ഞിനെല്ലാം നെഗറ്റീവ് ഫ്ലോസാ വരുന്നത്. ആ കുഞ്ഞ് എങ്ങനെ ഒരു ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജനിക്കും? നല്ല വായു ഉണ്ട്, നല്ല വെളിച്ചം ഉണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. പക്ഷെ അത് കിടക്കുന്ന ആ മനസ്സെന്ന് പറയുന്ന അമ്മയുടെ മനസ്സ് അത് ശുദ്ധമല്ലെങ്കിൽ ആ കുഞ്ഞിനെ അത് 100% അഫക്ട് ചെയ്യും. ഒന്നി അംഗവൈകല്യങ്ങൾ വരും, എന്താ പറയാ ബുദ്ധിക്ക് വൈകല്യം, ഓട്ടിസം പോലെയുള്ള കാര്യങ്ങൾ വരും. പ്രായവും നമ്മൾ ഇതിനൊരു കാരണമാണ്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു 35 വയസ്സിനകമെങ്കിലും ജനിച്ചിരിക്കണം. അവളുടെ മനസ്സ് നല്ല ആരോഗ്യമായിട്ട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ അതിനെ വഹിക്കാനുള്ള ഒരു കഴിവ് അത് കുഞ്ഞിന് ആ ഒരു സ്ത്രീക്ക് വേണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു പുരുഷന് കൊടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ. വളർത്താൻ, അത് ഉണ്ടാക്കി അതിനെ കരിപ്പിടിപ്പിച്ച് ഒരു നല്ല വൃക്ഷമാക്കി അതൊരു ആ ഒരു ബീജത്തെ അങ്കുരം ചെയ്ത് നമ്മൾ പുറത്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഗർഭപാത്രത്തിലെ അഴുക്കുകൾ എന്ന് പറയുമ്പോൾ അത് കുഞ്ഞിനെ ഒരുപാട് ബാധിക്കുന്നു. നമ്മൾ കാണണില്ലേ? ജനിച്ച ഉടനെ കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരല്ലേ നമ്മൾ കാണുന്നത്? ഇതല്ലേ ഇന്നത്തെ പ്രപഞ്ചം. അപ്പൊ ആ ഒരു ശുദ്ധ ഈ ബല അതിബല എന്ന് പറയുന്ന മന്ത്രം, ഗായത്രി മന്ത്രം ബുദ്ധിയെ പ്രചോദിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ കുറുന്തോട്ടിയാണെങ്കിൽ പോലും അത് ഇടിച്ചു പിഴിഞ്ഞ് ചാറായിട്ട് കൊടുക്കുമ്പോൾ ഗർഭപാത്രത്തിനുള്ള അഴുക്കുകൾ പോയിട്ട് കുഞ്ഞിന് സുഖപ്രസവം നല്ല സന്തോഷമായിട്ട് കാലം എത്തുമ്പോൾ 9 മാസം എത്തുമ്പോൾ ആ കുഞ്ഞ് സമയത്തെ ഭേദിച്ചുകൊണ്ട് തന്റെ ആ ഒരു യൂട്രസിലൂടെ പ്രപഞ്ചത്തിലേക്ക് വരികയാണ്. ആ കുഞ്ഞിന് സുഖപ്രസവം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയ്ക്കും കുഞ്ഞിനും സന്തോഷം. അതായത് ഒരു നല്ല ജീവനെ പുറത്ത് കൊണ്ടുവന്ന് അതിനെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരമ്മ ആ കുഞ്ഞും സന്തോഷത്തോടുകൂടി പ്രപഞ്ച ബോധത്തിലോട്ട് ഉണരുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് ആ സത്യത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അമ്മ. ഇത് എവിടെ? ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ എന്താണ് ഈ ബല അതിബല? നമ്മൾ മന്ത്രരൂപത്തിൽ പറയുകയാണെങ്കിൽ വിശപ്പും ദാഹവും ഇല്ലാത്ത അവസ്ഥ. ഒരു ഗർഭിണിയുടെ ഉള്ളിലാണെങ്കിൽ തന്റെ ഗർഭത്തെ ശുദ്ധീകരിക്കുന്ന, രക്തത്തെ ശുദ്ധീകരിക്കുന്ന, അഴുക്കുകളെ ഇല്ലാതാക്കുന്ന ഒരു പച്ചില മരുന്നായിട്ട് വേണമെങ്കിലും കാണാം. അപ്പോ ഈ ഒരു ആയുർവേദം എന്ന് പറയുന്നത് ഒരു വേദമാണ്, ഒരു അറിവാണ്. അതായത് നമുക്ക് ആയുർവേദ ചികിത്സ കർക്കിടകത്തിൽ ചെയ്യുന്ന എന്താ? ശരീരത്തിന് മനസ്സുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല, മനസ്സിനെ ബലപ്പെടുത്താൻ പറ്റില്ല, ശരീരത്തിന് ഒരുപാട് വീക്ക്നെസ് വരണമെന്ന് നമ്മൾ പറയണു. ത്രിദോഷങ്ങൾ, വാത പിത്ത കഫങ്ങൾ കോപിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ദോഷങ്ങൾ. വാത പിത്ത കഫങ്ങൾ എവിടെയൊക്കെയാ? ചന്ദ്രമണ്ഡലം, സൂര്യമണ്ഡലം, അഗ്നിമണ്ഡലം. ഈ 3 വരുന്ന വേരിയേഷൻ കൊണ്ട് ശരീരത്തിൽ മാറ്റം വരുന്നത്. അതായത് മനസ്സ് പ്രാപഞ്ചിക വസ്തുക്കളിൽ മാത്രം നിന്നിട്ട് എപ്പോഴും ബാഹ്യമുള്ള കാര്യങ്ങളിൽ മാത്രം മനസ്സ് വെച്ച് വിഷങ്ങൾ, ഇറച്ചി, മീനും ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും തിന്ന് ശരീരത്തെ കേടുവരുത്തി എന്ന് പിന്നെ വാദം പിത്തം കഫം വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ആ ഒരു എന്താ പറയുക മനസ്സിനെ ഒരു തരത്തിൽ പോലും ആധ്യാത്മികമായിട്ട് യാതൊരു ചിന്തകളുമില്ലാതെ ധാർമ്മികമായിട്ട് ഒരു ചിട്ടയോടുകൂടിയുള്ള ജീവിതമില്ലാതെ നല്ല ഭക്ഷണം കഴിക്കാതെ ജങ്ക് ഫുഡ്സ് വാങ്ങിക്കണ ബേക്ക് ചെയ്തതും വല്ല എവിടുന്നൊക്കെ പട്ടിയിറച്ചിയൊക്കെ വെച്ച് തരുന്ന എല്ലാ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ എന്താ രോഗം ശരീരത്തിന് വരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വരാതിരിക്കും? ശരീരവും മനസ്സും അഭേദ്യമായിട്ടുള്ള ബന്ധം. മനസ്സിന്റെ സ്വാസ്ഥ്യം, മനസ്സിന്റെ ആ ഒരു സന്തോഷം, സന്തുലിതാവസ്ഥ ശരീരത്തെ ഒരുപാട് ബാധിക്കും. അപ്പൊ ഈ കർക്കിടക മാസത്തിൽ എത്ര ആയുർവേദ ചികിത്സ ചെയ്താലും മനസ്സ് മോശമാണ്. ആയുർവേദ ചികിത്സയ്ക്ക് കടക്കുമ്പോഴും ബാക്കിയുള്ളവരെ നശിപ്പിക്കാനും ബാക്കിയുള്ളവരോടുള്ള ദേഷ്യമാണ് മനസ്സ് വെക്കണമെങ്കിൽ ശരീരം നന്നാവോ? ഇല്ല. പക്ഷെ എത്ര ശരീരത്തിന് ദോഷം വരട്ടെ, ക്യാൻസർ പോലും വരട്ടെ, രമണ മഹർഷിയെ പോലെ മനസ്സ് എത്തേണ്ടടുത്ത് എത്തി യോഗത്തിൽ ഇരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ വരുന്നൊന്നും നമ്മളെ ബാധിക്കില്ല. അത് പ്രാരാബ്ധമാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് പോട്ടെ, സാരമില്ല, എന്തായാലും ഇത് ഉപേക്ഷിക്കേണ്ട, സാരമില്ല, വന്നിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് മനസ്സ് സന്തോഷമായിട്ട് ഈ വേദനകള്, ശരീരത്തിന്റെ വേദനകള് നമുക്ക് ദുഃഖമായിട്ട്, സുഖം ദുഃഖം എന്ന് പറയുന്നത് ഒരു ആന്തരികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മനസ്സിന്റെ തലമാണ്. നമ്മള് ശരീരത്തിൽ ഒരു ചെറിയ വേദന വന്നാൽ നമ്മൾ ഞെട്ടിത്തരിച്ച് അയ്യോ അയ്യോ എന്ന് വിളിക്കും. കാരണം മനസ്സ് ശരീരമായിട്ട് അത്രയ്ക്ക് മോചിതാണ്. ഒരുവിധം വേദനകളെ സഹിക്കാൻ പറ്റുന്ന വ്യക്തികൾ എന്താ? കുറച്ച് മനസ്സതിൽ നിന്ന് വിട്ടവരാ. കുറച്ച് വേദന സാരമില്ല, പോട്ടെ, ഒരു കുത്തി വയ്ക്കുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണടയ്ക്കും, ഒരു ചെറിയ വേദന സാരമില്ല, അത് ശരീരത്തിനല്ലേ. പക്ഷെ ചിലരോ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം കൂട്ടും. ഇല്ല, ചില രോഗങ്ങൾ വന്ന് അയ്യോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഇല്ലാത്ത രോഗങ്ങളെല്ലാം അവർ ഉണ്ടാക്കി വെക്കും. അവർക്ക് എന്താ? മനസ്സ് താതാത്മ്യം ശരീരവുമായിട്ടാണ്. ശരീരം കുറച്ച് വിടുമ്പോൾ വേദനകളൊക്കെ നമുക്ക് സഹിക്കാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടാവും. ഈ കൊറോണ സമയത്ത് എന്താ നമ്മൾ മഞ്ഞൾപ്പൊടി കൊടുക്കാൻ പറയണത്? മഞ്ഞൾപ്പൊടി തിളപ്പിച്ച് അതിന്റെ കൂടെ എന്താ പറയാ എന്തൊക്കെയോ ഇട്ടിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ കൊറോണ കഷായം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് നാരങ്ങ ഇടാൻ പറയുന്നുണ്ട്, പിന്നെന്താ ഇഞ്ചി ഇടാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കൊറോണ രോഗം, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നു പറയുന്നു. എന്താണിത്? ഈ പറഞ്ഞ മരുന്നുകളെല്ലാം കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിന്റെ കൂടെ മൃത്യുഞ്ജയ മന്ത്രം അല്ലെങ്കിൽ മൃതസഞ്ജീവനി മന്ത്രം ജപിക്കണം. അത് അവര് വിട്ടു. കൊറോണ പോകുന്ന പറയും. നമ്മളെന്താ ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച് ശരി, ശരീരത്തിന് എന്തൊക്കെയുണ്ട്? ഈ കൊറോണ എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്ന വൈറസ് കണ്ണിന് കാണാൻ പറ്റുന്നില്ല, മനസ്സിനെ കണ്ണിന് കാണാൻ പറ്റുന്നില്ല, ബുദ്ധിയെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളില് ഒരു ചൈതന്യം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ കാണാൻ പറ്റാത്തതിനെ എല്ലാം ഇല്ലാതാക്കണമെങ്കിൽ, ഈ കൊറോണ ഇല്ലാതാക്കാൻ കാണാൻ പറ്റാത്ത ഒരു വസ്തു തന്നെ വേണ്ടേ? നമ്മുടെ മനസ്സിന്റെ ധൈര്യം വേണ്ടേ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം കൂടുതൽ കൂടുതൽ ബലപ്പെടണ്ടേ? അപ്പൊ എന്താ വേണ്ടേ? ഈ മരുന്നുകൾ, ബാഹ്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് കുറച്ച് സമയം തന്റെ വിരൽ കൊണ്ട്, മോതിര വിരലുകൊണ്ട്, വലത് കൈയിലെ മോതിര വിരലുകൊണ്ട് ഏത് മന്ത്രം നിങ്ങൾ ജപിക്കുന്നു, പഞ്ചദിശി ആയിക്കോട്ടെ, നവാക്ഷരി ആയിക്കോട്ടെ, ഒന്നും വേണ്ട, കുഞ്ഞി ബാലാമന്ത്രം ആയിക്കോട്ടെ, അത് ജപിക്കുമ്പോ എന്തായി? അത് ഔഷധമായിട്ട് തീർന്നു. നിന്റെ ശരീരത്തിലിരിക്കുന്ന രോഗങ്ങളെ മാറ്റാൻ മനസ്സും കൂടെ അവിടെ ചേർന്നു. അപ്പോഴെന്ത് ചെയ്യും? രോഗം പെട്ടെന്ന് മാറും. കൊറോണ അല്ല, നമ്മൾ കാണാൻ പറ്റാത്ത ഏത് വൈറസിനെയും അതില്ലാതാക്കുക. അതാണ് ശരിക്കും ധന്വന്തരി മന്ത്രം. ഏത് മന്ത്രം വേണമെങ്കിലും നമുക്ക് ജപിക്കാം. മന്ത്രത്തോടെയുള്ള ഔഷധ സേവയാണ് എന്ത്? ഈ പറഞ്ഞ ആയുർവേദം എന്ന് പണ്ട് പറഞ്ഞിരുന്നു. എല്ലാത്തിനും മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് കച്ചവടമാക്കി മാറ്റി 12,000 രൂപ കാണാത്ത മരുന്നുകൾ എന്ന് പറഞ്ഞ് ഇവിടുത്തെ കുറച്ച് പുല്ലുകൾ പറിച്ച് അരച്ചിട്ട് കുറെ എണ്ണകളും കൂടെ ചേർത്ത് നമ്മൾ അവിടെ ചെന്ന് അവർ ചവിട്ടി പിഴയണോ എന്തൊക്കെയോ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ 15,000 ഒരു പാക്കേജ്, 25,000 17,000 നമ്മൾ ആയുർവേദ ചികിത്സ കഴിഞ്ഞ് വന്ന് പിറ്റേ മാസം തൊട്ട് രോഗികളായിട്ട് തീരുന്നു. ഇല്ലേ? ചിന്തിച്ചു നോക്കൂ, എന്ത് ആയുർവേദ ചികിത്സ? നമ്മളിലാണ് ആയുർവേദം ഇരിക്കുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസിനെ നിയന്ത്രിക്കുന്ന വേദം, ആയുസിനെ നിയന്ത്രിക്കുന്ന വേദം. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ആ അറിവ് എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ആ ശക്തിയെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതാണ് മരുന്ന്. എല്ലാത്തിനും മരുന്നാണ്. സർവ്വ ഔഷധങ്ങൾക്കും മൂലമാണത്. അവിടുന്ന് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോ ഈ സത്യത്തെ അറിഞ്ഞിട്ട് മനസ്സിനെ എന്ത് ചെയ്യണം? അകത്തോട്ട് കൊണ്ടുപോയി ധന്വന്തരി മന്ത്രം ജപിച്ചാലും മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചാലും മന്ത്രം മനനാൽ ത്രായതേ, ജപിക്കുന്നവന് അത് രക്ഷിക്കുന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? ഏത് ഔഷധം ഈ കൊറോണ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കുടിക്കണമെങ്കിലും വെറും വെള്ളം എടുത്ത് കുടിച്ചാലും ഒരു തുളസി ഇട്ട് കുടിച്ചാലും ഇതൊന്ന് ജപിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ മനസ്സിനൊരു ബലം കിട്ടും, ശരീരത്തിനും അത് എന്താ പറയാ അനുഗ്രഹമായിട്ട് തരും. ഇതാണ് കർക്കിടക മാസത്തിലെ ആയുർവേദ ചികിത്സയുടെ രഹസ്യം. അതായത് ഈ മന്ത്രങ്ങൾ കൊടുത്തിട്ടാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുന്നത്. അതായത് സിദ്ധാശ്രമത്തിലേക്ക് തന്റെ സിദ്ധനായി തീരാൻ. സിദ്ധാശ്രമം എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരിരുന്ന സിദ്ധി നേടിയ സ്ഥലം. അതായത് ശരീരമാകുന്ന ഈ ഉപകരണത്തെ ഉപയോഗിച്ച് സാധ്യമാകുന്ന ഒരു കാര്യത്തെ തപസ് ചെയ്ത് സിദ്ധി അടഞ്ഞിട്ട് അവര് സിദ്ധന്മാരായി. അവര് താമസിച്ച സ്ഥലത്താണ് ഈ പറഞ്ഞ കൗശികൻ അല്ലെങ്കിൽ വിശ്വാമിത്രൻ തന്റെ യാഗം നടത്തുന്നത്. വിശ്വപ്രേമിയായിട്ടുള്ള വിശ്വസ്നേഹിയായിട്ടുള്ള വിശ്വാമിത്രൻ സിദ്ധാശ്രമത്തിൽ നടത്തുന്ന യാഗത്തിന് കാവൽക്കാരായിട്ട് കൊണ്ടുപോകുന്നതോ ആ ബുദ്ധിയെയും മനസ്സിനെയും രാമനെയും ലക്ഷ്മണനെയും. ഇനി എന്താ വേണ്ടേ?
ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും പ്രചോദിതമായി കഴിഞ്ഞു. ആ വിശ്വാമിത്രൻ നടത്തുന്ന യാഗം നമ്മുടെ ഉള്ളിലാവട്ടെ. നമ്മൾ വിശ്വത്തിന്റെ മിത്രമായി തീരട്ടെ. നമ്മളിലിരിക്കുന്ന ഗായത്രി മന്ത്രം ഓരോരുത്തരും നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ. ആ ബുദ്ധിയിൽ പ്രചോദിതമായ ബുദ്ധിയില് നമ്മുടെ മനസ്സിന്റെ 4 തലങ്ങളും കൂടെ ഒന്നായി ചേർന്ന് ആ ജീവാത്മാവിൽ ലയിച്ച് നമ്മുടെ പരമാത്മ തത്വമായിട്ടുള്ള രാമതത്വത്തില് ആ സാക്ഷാൽ ത്രിപുരസുന്ദരി മഹാഭട്ടാരിക ശ്രീ രാജരാജേശ്വരി പാദങ്ങളില് ഓരോരുത്തർക്കും ലയിക്കാൻ പറ്റട്ടെ എന്ന് മനഃപൂർവ്വമായിട്ടല്ല, എല്ലാം ആ അമ്മയുടെ പാദത്തിൽ വെച്ച് വീണ്ടും വീണ്ടും ഞാൻ എന്താ പറയാ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തരും അത് പറ്റട്ടെ. രാമായണം പഠിച്ചു കഴിയുമ്പോൾ നമ്മള് എന്താ പറയാ രാമനിലേക്ക്, രാമന്റെ പാദസ്പർശം പിന്തുടർന്ന് നമ്മൾ ഓരോരുത്തരും അയനം ചെയ്ത് യാത്ര ചെയ്ത് രാമതത്വമാകുന്ന ദേവീ തത്വത്തിൽ ചെന്ന് ലയിക്കാറാകട്ടെ. ഓരോരുത്തരെയും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീമാത്രേ നമഃ. നാളെ നമുക്ക് ഇതുപോലെ തുടരാം.